നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ യോശുവയുടെ പുസ്തകത്തിൽ നിന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. യോശുവ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് ദൈവസന്നിധിയിൽ വന്ന് നിന്നതും അവിടെ സാത്താൻ ദൈവസന്നിധിയിൽ വന്ന് യോശുവയെ കുറ്റം പറഞ്ഞതും. യോശുവയെ കുറ്റം പറയുന്ന സമയത്ത് യഹോവ സാത്താനെ ഭത്സിക്കുകയും തിരിഞ്ഞ യോശുവയോട് നിൻ്റെ വസ്ത്രം മാറ്റിയെടുക്കണം എന്നാവശ്യപ്പെടുകയും ചെയ്ത തിരുവചന ഭാഗമായിരുന്നു. 3-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ അവൻ എനിക്ക് മരഹാപുരോഹിതനായി യോശുവ യഹോവയുടെ ദൂതൻ്റെ മുമ്പിൽ നിൽക്കുന്നതും സാത്താൻ അവനെ കുറ്റം ചുമത്തുവാൻ അവൻ്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നതും കാണിച്ചു തന്നു. യഹോവയുടെ ദൂതൻ എന്നതിന് യേശുവിൻ്റെ വെളിപ്പാടാണത്, തിയോഫനി എന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിൽ ചിന്തിച്ചു. സാത്താന് അനേക പേരുകളുണ്ട്. അതിലൊന്ന് കുലപാതകൻ, 2 പരീക്ഷകൻ, 3 അപവാദി, വെളിച്ചദൂതൻ്റെ വേഷം കെട്ടുന്നവൻ അഥവാ ആക്ടർ, കപടഭക്തൻ, മുഷിഞ്ഞ വസ്ത്രം ധരിച്ചവൻ, വീണുപോയ ദൂതൻ, യെശയ്യാവ് 64:6 കണ്ടതുപോലെ കറപുരണ്ട വസ്ത്രത്തെ ചൂണ്ടിക്കാണിക്കുന്നവൻ എന്നിത്യാദികൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചു. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ തുടർന്ന് ചിന്തിച്ചു, നമുക്കെതിരെ ഉണ്ടായിരുന്ന യോശുവയ്ക്കെതിരെ ഉണ്ടായിരുന്ന കുറ്റപത്രം ഒരളവിൽ കീറിക്കളഞ്ഞു, അല്ലെങ്കിൽ ഡിസ്മിസ് ചെയ്തു. പക്ഷേ യോശുവയെ വിട്ടില്ല. യോശുവ മുഷിഞ്ഞ വസ്ത്രം മാറിയേ മതിയാകും. ഒന്ന് മാറുന്നത് മറ്റൊന്ന് ധരിക്കേണ്ടതിനാണ്. മിസ്രയീമിൽ നിന്ന് വിടുവിച്ചത് കനാനിൽ എത്തിക്കേണ്ടതിനാണ്. ഒരിക്കൽ പാപം മോചിച്ചത് ഇനി പാപം ചെയ്യാതിരിക്കേണ്ടതിനാണ് എന്ന ക്രിസ്തീയ തത്വങ്ങൾ നമ്മൾ ആവർത്തിച്ച് ചിന്തിക്കുകയുണ്ടായി. യോശുവയെ ദൈവം രക്ഷിച്ചു. ദ കേസ് ഷീറ്റ് വാസ് ഡിസ്മിസ്ഡ്. ഓൺ ദി അതർ ഹാൻഡ് യോശുവയെ രക്ഷപ്പെട്ടില്ല. യോശുവയോട് പറഞ്ഞു, നിൻ്റെ വസ്ത്രം മാറിയേ മതിയാകും. നിൻ്റെ പാപങ്ങൾ പരിഹരിച്ചു എന്ന് പറയുന്നത്, ക്ഷമിക്കപ്പെട്ടു എന്ന് പറയുന്നത് മേലിൽ പാപം ചെയ്യാതിരിക്കാനാണ്. ആ കാര്യം നാം മറക്കരുത്. പുതിയ വസ്ത്രം, പുതിയ മേലങ്കി, പുതിയ തലപ്പാവ്, പുതിയ ചെരുപ്പ്, സകലതും പുതുതാക്കും. ശുദ്ധീകരണവും അംഗീകരണവും ദൈവം നൽകും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചിന്തിച്ചത്. 61-ാമത്തെ അധ്യായത്തിൽ, യെശയ്യാവിൻ്റെ പുസ്തകം 61-ാം അധ്യായത്തിൻ്റെ 3-4 വാക്യങ്ങളിൽ, സിയോനിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീറിന് പകരം അലങ്കാരമാലയും ദുഃഖത്തിന് പകരം ആനന്ദ തൈലവും വിഷണ്ണ മനസ്സിന് പകരം സ്തുതി എന്ന മേലാടയും കൊടുപ്പാനും അവൻ എന്നെ അയച്ചിരിക്കുന്നു. അവൻ മഹത്വീകരിക്കപ്പെടേണ്ടതിന് അവർക്ക് നീതിവൃക്ഷങ്ങൾ എന്ന് പേരാകും എന്ന് ഒരു സൂചന കഴിഞ്ഞ ആഴ്ചകൾ പറഞ്ഞു. യഹോവയുടെ നീതിവൃക്ഷങ്ങളെന്നും യഹോവയുടെ നടുതലയെന്നും പേരാകും. അവർ പുരാതന ശൂന്യങ്ങളെ പണിയുകയും പൂർവന്മാരുടെ നിർജ്ജനങ്ങളെ നന്നാക്കുകയും തലമുറയായി നിർജ്ജനമായിരുന്ന ശൂന്യസ്ഥലങ്ങളെ കേടുപോക്കുകയും ചെയ്യും. ദൈവം തൻ്റെ ജനത്തിന് കൊടുത്ത വാഗ്ദത്തത്തെക്കുറിച്ച് കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ചാണ് ഞാൻ അവസാനം നിർത്തിയത്. മെയിൻ സബ്ജക്റ്റ് എടുത്ത ശേഷം ഈ ഒരു വാഗ്ദത്ത പദത്തിലേക്ക് പോകുകയുണ്ടായി. നമുക്ക് ദൈവം തന്നിരിക്കുന്ന പേര് ഇന്നലെ പെയ്ത മഴയ്ക്ക് ഇന്ന് കിളുത്ത തകരയെന്നല്ല. യഹോവയുടെ നടുതല, ദൈവത്തിൻ്റെ നീതി വൃക്ഷങ്ങൾ, ദ ഓക്സ് ഓഫ് റൈച്ചസ്നെസ്, ഈ ആശയങ്ങളാണ് നമുക്ക് തന്നത്. അവൻ മഹത്വീകരിക്കപ്പെടേണ്ടതിന് അവർക്ക് യഹോവയുടെ നടുതല എന്ന് പേരാകും. ഇവിടം വരെ നമ്മൾ ഫിനിഷ് ചെയ്തു. ഇന്ന് വീണ്ടും നമുക്ക് തുടരാം. വീണവരും വീണശേഷം എഴുന്നേറ്റവരും എന്നേക്കുമായി വീണു പോയവരുമായ 2 വിഭാഗത്തെ തിരുവചനത്തിൽ കാണാം. വീഴ്ച എന്നത് സാധാരണഗതിയിൽ സംഭവിക്കാവുന്ന ഒന്നാണ്. വീഴ്ച എന്നത് തിരുവചനപ്രകാരം നമ്മുടെ ഒക്കെയും ജീവിതത്തിൽ സംഭവിച്ചെന്ന് വന്നേക്കാം. വേദപുസ്തക ചരിത്രത്തിൽ എൻ്റെ ഒരു നോട്ടത്തിൽ പുതിയ നിയമ കാലഘട്ടങ്ങളിൽ രക്ഷിക്കപ്പെട്ട ശേഷം, ദൈവകൃപയിൽ വന്ന ശേഷം വീണു പോകാഞ്ഞ, പിന്മാറ്റത്തിൽ പോകാഞ്ഞ ഏക വ്യക്തി എൻ്റെ അറിവോളം വിശുദ്ധ പൗലൂസാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വെൽ മച്വേർഡായിരുന്നു. താൻ രക്ഷിക്കപ്പെടുന്നതിന് മുന്നമേ ഹൈലി മച്വേർഡ്, യഹൂദന്മാരുടെ സന്നിധി സംഘത്തിൻ്റെ അംഗം, ഗമാലിയേലിൻ്റെ പാദപീഠത്തിലിരുന്ന് പഠിച്ചവൻ, വിദ്യാസമ്പന്നത നിമിത്തം തനിക്ക് ഭ്രാന്തായി പോയതാണോ എന്ന് ചക്രവർത്തി തിരുമേനി പോലും അതിശയിച്ചവൻ, ഇവനെ തർക്കിച്ച് തോൽപ്പിപ്പാൻ കഴിയുകയില്ല എന്ന് ന്യായാധിപ സംഘം വിധി എഴുതിയവൻ, മതഭേദമെന്ന് പറയുന്ന ഈ മാർഗപ്രകാരം ഞാൻ പിതാക്കന്മാരുടെ ദൈവത്തെ ആരാധിക്കുന്നുവെന്ന് സ്വയം പറയുവാൻ കഴിയുന്നവൻ. വിശുദ്ധ പൗലോസ് ഒരു വ്യക്തി ഒഴിച്ചാൽ ബാക്കി എല്ലാവരുടെയും ജീവിതത്തിൽ ബലഹീനതയുണ്ട്. ഇന്നിവിടെ ഇരിക്കുന്ന ദൈവമക്കൾ ഒരു കാര്യം ഓർക്കണം. ഇഫ് യു ആർ മച്വേർഡ് ഇനഫ്, നിങ്ങൾ മച്വേർഡ് ആണെങ്കിൽ, ദൈവത്തിൻ്റെ കൃപയിൽ ഉറച്ചവരാണെങ്കിൽ, ഇന്ന് പകൽ എൻ്റെ മുൻപിൽ ഇരിക്കുന്നവരിൽ കൃപയിൽ ഉറച്ചവർ അനേകരുണ്ട്. അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെ ഉള്ളവരാണെങ്കിൽ നാം വീണു പോകുവാൻ സാധ്യതയില്ല. എന്നാൽ വീണുപോയവരിൽ നിന്ന് തിരികെ വന്നവരും വരാതെ എന്നേക്കും നഷ്ടപ്പെട്ടവരും 2 വിഭാഗം തിരുവചനത്തിലുണ്ട്. വീണശേഷം എഴുന്നേറ്റവർ. ഞാൻ ഈ ഒരു സ്ലൈഡ് ഇംഗ്ലീഷിൽ ഉണ്ടാക്കിയിട്ടില്ല, കാര്യം ഇതിൻ്റെ പകുതി ഇംഗ്ലീഷ് തന്നെയാണ്. ഈ ഒരു സ്ലൈഡ്, ഈ ആദ്യത്തെ 2 ലൈൻ മാത്രം ഇംഗ്ലീഷിൽ ഉണ്ടാക്കിയിട്ടില്ല. 1 വീണിട്ട് എഴുന്നേറ്റവരെ കുറിച്ചാണ്, 2 വീണു പോയവരെ കുറിച്ചാണ്.
വീണിട്ട് എഴുന്നേറ്റവരാണ് ദാവീദ്. യോശുവ മഹാപുരോഹിതൻ വീണിട്ട് എഴുന്നേറ്റവനാ. അല്ലെങ്കിൽ ഇസ്രായേൽ സഭ ബാബേലിലായിരുന്ന കാലം അവരൊന്ന് വീണതാണ്, പക്ഷെ തിരിച്ചെഴുന്നേറ്റതാണ്. വീണിട്ട് എഴുന്നേറ്റവരിൽ ഒന്നാമനാണ് ദാവീദ്. അദ്ദേഹത്തിൻ്റെ വീഴ്ച വലിയതായിരുന്നു. ദൈവത്തിൻ്റെ സന്നിധിയിൽ മരണകരമായ പാപമായിരുന്നു. നിശ്ചയമായി അദ്ദേഹം മടങ്ങി വന്നെങ്കിലും ചെയ്ത പാപത്തിന് ജഡത്തിൽ ശിക്ഷ അനുഭവിച്ചു. ചെയ്തതിന് തക്കവണ്ണവും അധികവും 4 ഇരട്ടി പകരം കൊടുത്തു. പഴയ നിയമത്തിൽ ഒരു വ്യവസ്ഥ ഉണ്ടായിരുന്നു. അത് ദൈവം മോശയ്ക്ക് കൊടുത്ത കൽപ്പനകളുടെ കൂട്ടത്തിൽ പെടുന്നതാണ്. ഒരാടിനെ മോഷ്ടിച്ചെടുത്തുകൊണ്ട് പോയവനെ പിടികിട്ടിയാൽ അവൻ 4 ആടിനെ തിരികെ കൊടുക്കണം, 4 മടങ്ങ് തിരിച്ചു ചെയ്യണം. വേദപുസ്തകപ്രകാരം ദാവീദിൻ്റെ അടുക്കൽ ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ പാപത്തിന് ശേഷം ഒരു പ്രവാചകൻ വന്ന് ചോദിച്ചു, ഈ ആടിനെ മോഷ്ടിച്ചവന് എന്ത് ചെയ്യണം? അഥവാ ആടിനെ കൊണ്ടുപോയവൻ ദാവീദിൻ്റെ കാര്യമാണെന്ന് അറിയാതെ ദാവീദ് പറഞ്ഞു, 4 ഇരട്ടി പകരം കൊടുത്തേ മതിയാകൂ. നേരെ നാഥാൻ പ്രവാചകൻ ദാവീദിനോട് പറഞ്ഞു, ആ പ്രവാചകനായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു, ആ വ്യക്തി നീ തന്നെയാണ് 4 ഇരട്ടി തിരിച്ചു കൊടുക്കേണ്ടത്. അതുകൊണ്ട് ദൈവം 4 കാര്യങ്ങൾ ചില കാര്യങ്ങൾ നിൻ്റെ മുമ്പിൽ വയ്ക്കുന്നു, നിനക്കിഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം, എല്ലാം ശിക്ഷയാണ്. ദാവീദ് അവസാനം പറഞ്ഞു, ഞാൻ ദൈവത്തിൻ്റെ കയ്യിൽ തന്നെ വീഴട്ടെ. പക്ഷേ 4 ഇരട്ടി താൻ മടക്കി കൊടുക്കേണ്ടതായി വന്നു. ഡേവീഡ് വീണുപോയവരിൽ ഒരുവനായിരുന്നു. എന്നാൽ എന്തുകൊണ്ട് തനിക്ക് മടങ്ങി വരുവാൻ കഴിഞ്ഞു? തൻ്റെ ജീവിതത്തിൻ്റെ അനുതാപം കൊണ്ട് തനിക്ക് മടങ്ങി വരുവാൻ കഴിഞ്ഞു. ശൗൽ വീണുപോയവരിൽ ഒരുവനാണ്. ദാവീദിനെ അഭിഷേകം ചെയ്യുന്നതിന് മുന്നമേ അഭിഷേകം ചെയ്ത് ശൗലിനെയാണ്. പക്ഷെ അദ്ദേഹത്തിന് മടങ്ങി വരുവാൻ കഴിഞ്ഞില്ല. കാര്യം അനുതാപത്തിൻ്റെ ചിന്താഗതി ശൗലിന് ഇല്ലാതെ പോയി. അതുപോലെ തന്നെ യേശാവ് വീണവരിൽ ഒരുവനാണ്. ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റവനാണ്. അവനാകപ്പാടെ തിരികെ കിട്ടിയത് ഒരു കൊച്ചു ഊണാണ്. അതുകൊണ്ട് അവന് തൻ്റെ ജ്യേഷ്ഠാവകാശം എന്നേക്കുമായി നഷ്ടപ്പെട്ടു. ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റ് കളഞ്ഞവന് പിന്മാറ്റത്തിന് സാധ്യതയില്ലാതെ പോയി. പുതിയ നിയമം തന്നെക്കുറിച്ച് പറയുന്നത്, പിന്നത്തേതിൽ കരഞ്ഞപേക്ഷിച്ചിട്ടും അവന് മടങ്ങി വരുവാൻ ചാൻസ് ഇല്ലാതെ പോയി. താൽക്കാലിക ലാഭത്തിന് ദൈവകൃപ വിറ്റുകളയാതിരിക്കുവാൻ നാം ദൈവസന്നിധിയിൽ ഒരുങ്ങാം. ശൗലിന് പറ്റിയതുപോലെ അനുതാപമില്ല ഹൃദയം നമുക്കുണ്ടാകരുത്. കോരഹിന് അദ്ദേഹം വീണുപോയി തിരികെ എഴുന്നേൽക്കാൻ കഴിയാതെ പോയവനാണ്. എന്തുകൊണ്ട് കോരഹ് പോയി? ദൈവം ഒരവസരം കൊടുത്തില്ല. കോരഹിനെ പിടിപെട്ട ശേഷം, കോരഹ് കുറ്റക്കാരനെന്ന് വിധിച്ച ശേഷം പെട്ടെന്ന് ഭൂമി വാവളർന്ന് വിഴുങ്ങുകയും, ആ പെട്ടെന്ന് എന്ന പദം പ്രത്യേകമാണ്. അദ്ദേഹത്തിന് മാനസാന്തരത്തിനൊരു അവസരം കൊടുക്കാതെ പെട്ടെന്ന് ഭൂമി വാവളർന്ന് അദ്ദേഹത്തെ വിഴുങ്ങിക്കളഞ്ഞു. ആഖാൻ മാനസാന്തരത്തിന് അവസരം ഉണ്ടായിരുന്നത് തക്ക സമയത്ത് ഉപയോഗിച്ചില്ല. ആഖാനെ ചീട്ടിടുന്നതിന് മുന്നമേ ജനത്തിൽ ആരോ പാപം ചെയ്തുവെന്ന് പരസ്യമായി അനൗൺസ് ചെയ്തപ്പോൾ ഞാനാണ് കുറ്റക്കാരനെന്ന് പറഞ്ഞുകൊണ്ട് വരേണ്ടതിന് പകരം ചീട്ടിട്ട് പിടിക്കേണ്ടതിന് കാത്തിരുന്നല്ലോ. നിനക്ക് മടങ്ങി വരുവാൻ ചാൻസ് ഇല്ല, ഭൂമി വാവളർന്ന് നിന്നെയും വിഴുങ്ങും. ബാലാക്കെ നിനക്ക് പറ്റിയത് എന്താണ്? ബിലയാമേ നിനക്ക് പറ്റിയത് എന്താണ്? ദൈവജനത്തിന് വിരോധമായി സൂത്രം സങ്കല്പിക്കുകയും ദൈവജനത്തിന് വിരോധമായി സൂത്രം പ്രഖ്യാപിക്കുകയും ചെയ്തതിനാൽ മടങ്ങി വരുവാൻ കഴിവില്ലാതെ നീ എന്നേക്കുമായി വീണുപോയി. മടങ്ങി വന്നവർ ഒന്നാമത്തേത് ദാവീദാണ്. കുറ്റം ഈ ദൈവസന്നിധിയിൽ ഏറ്റുപറയുകയും കുറ്റം വിളിച്ചറിയിച്ചപ്പോൾ പ്രവാചകനെ കൊന്നുകളയാമെന്ന് വിചാരിക്കാതെ താൻ അനുതപിച്ച് ദൈവസന്നിധിയിൽ മടങ്ങി വരികയും ചെയ്തതിനാൽ, അനുതാപത്തോടുകൂടെ വന്നതിനാൽ ദാവീദ് രക്ഷപ്പെട്ടു എന്ന് കാണുവാൻ കഴിയും. 2 വിശുദ്ധ അപ്പോസ്തലനായ പത്രോസാണ്. പത്രോസ് 1 പ്രാവശ്യം വീണവനാണ്, ഇടറിയവനാണ്. യൂദായും പത്രോസും ഏറെക്കുറെ ഒരുപോലെയായിരുന്നു. യൂദ യേശുവിനെ തള്ളിപ്പറഞ്ഞു, പത്രോസ് യേശുവിനെ 3 വട്ടം തള്ളിപ്പറഞ്ഞു. യൂദ യേശുവിനെ ഒറ്റുമ്പോൾ കാശ് വാങ്ങിച്ചു, പത്രോസ് യേശുവിനെ ഒറ്റുമ്പോൾ കാശ് വാങ്ങിച്ചില്ല. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ദൈവസഭയ്ക്ക് വിരോധമായി, ദൈവജനത്തിന് വിരോധമായി എവിടെയെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ ഒരു പക്ഷെങ്കിൽ ക്ഷമിക്കപ്പെട്ടെന്ന് വരും. പരിശുദ്ധാത്മാവിന് നേരെ അല്ല, മനുഷ്യന് നേരെ ഒരു വാക്ക് പറഞ്ഞാൽ ക്ഷമിക്കപ്പെട്ടെന്ന് വരും. സഭയ്ക്കെതിരെ ഒരു വാക്ക് പറഞ്ഞാൽ ക്ഷമിക്കപ്പെട്ടെന്ന് വരും. പക്ഷേ അതിന് പൈസ വാങ്ങിച്ചുകൊണ്ടാണെങ്കിൽ എൻ്റെ മോനെ തീർന്നു, പിന്നെ അവനെ നോക്കിയിട്ട് കാര്യമില്ല. അതായിരുന്നു യൂദായിക്ക് പറ്റിയത്. പത്രോസാകട്ടെ 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞെങ്കിലും, പിന്നത്തേതിൽ ഞാൻ മീൻ പിടിക്കാൻ പോകുന്നുവെന്ന് പറഞ്ഞെങ്കിലും യേശു പിന്നെയും സ്നേഹത്തോടെ വന്ന് നിന്ന് ഇവയിലധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചപ്പോൾ, കർത്താവേ അങ്ങ് സകലതും അറിയുന്നുവെന്ന് പറഞ്ഞ് സകലതും ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് മടങ്ങി വന്നതിനാൽ തൻ്റെ വീഴ്ചയിൽ നിന്ന് രക്ഷപ്പെടുവാൻ തനിക്ക് കഴിഞ്ഞുവെന്ന് ധൈര്യത്തോടുകൂടെ പറയട്ടെ. ഇന്ന് പകൽ ദൈവസന്നിധിയിൽ മടങ്ങി വരുവാൻ ഒരു പക്ഷേ 1 പ്രാവശ്യം ദൈവത്തോട് ഏറ്റുപറയുവാൻ കർത്താവ് നമുക്ക് കൃപ തരട്ടെ.
ഒരിക്കൽ ഒരു വ്യക്തി ഇങ്ങനെ പ്രസംഗിക്കുന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. യേശു പറഞ്ഞല്ലോ, എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടമനുസരിക്കുന്നവനാണ് സ്വർഗരാജ്യം അവകാശമാക്കുന്നതെന്ന്. ആ വ്യക്തി പറഞ്ഞപ്പോൾ ഇങ്ങനെ പറഞ്ഞു, കർത്താവേ എന്ന് ഒന്ന് വിളിക്കാൻ അനുവാദം ഉണ്ടെങ്കിലും കർത്താവേ കർത്താവേ എന്ന് വിളിക്കുവാൻ 2 പ്രാവശ്യം പിന്മാറ്റത്തിൽ പോകുവാൻ അനുവാദമില്ല. ഞാനതിനെ ഒന്നുകൂടെ ഓൾട്ടർ ചെയ്യട്ടെ, വീണ്ടും വീണ്ടും പിന്മാറ്റത്തിൽ പോവുകയും പിന്നെയും അനുദപിക്കുകയും എന്നത് നോ, ഇതൊരിക്കലും പെർമിറ്റഡ് അല്ല, ഇതൊരു കാലത്തും അംഗീകരിക്കാവുന്നതല്ല. ക്രിസ്ത്യാനികളെ മൊത്തത്തിൽ കളിയാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾക്കെതിരെ പൊതുവെ ഒരു കുറ്റം പറഞ്ഞുകൊണ്ട് ആളുകൾ പറയാറുണ്ടായിരുന്ന ഒരു പദം പണ്ടുകാലങ്ങളിൽ ഇവിടുത്തെ ബൈബിൾ ക്ലാസ്സുകളിൽ ഞാൻ ഓർപ്പിക്കാറുണ്ടായിരുന്നു. ക്രിസ്ത്യാനിയുടെ ജീവിതം ഒരു പുട്ടിൻ്റെ കുറ്റി പോലെയാണെന്ന്. പുട്ടെന്ന് പറയുന്ന ഒരു പലഹാരമോ ഒരു ഭക്ഷണ പദാർത്ഥമോ കേരളക്കാർക്ക് പ്രസിദ്ധമാണ്. ആ പുട്ട് എന്ന് പറയുന്ന സാധനം അത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഒരു കുറ്റിയുണ്ട്. ആ കുറ്റിക്കകത്ത് രാവിലെ അമ്മ കുറച്ച് തേങ്ങായുടെ പീരയിടും. അത് കഴിഞ്ഞാൽ ആ പരുവത്തിന് നനച്ച മാവിടും, പിന്നെയും തേങ്ങായുടെ പീരയിടും, വീണ്ടും പരുവത്തിന് നനച്ച മാവിടും. ഞാൻ ഈ പരുവത്തിന് നനച്ചതെന്ന് പറയുമ്പോൾ നനവ് കൂടിപ്പോയി ഇട്ടവരുടെയൊക്കെ കേട്ടിട്ടുണ്ട്, അതുകൊണ്ടങ്ങ് ഓർത്തു പോയതാണ്, അത് ശരിയാകത്തില്ല. പരുവത്തിന് നനച്ച മാവും പീരയും ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഇട്ടുകൊണ്ട് ആവിക്ക് വെക്കും. അവസാനം വെന്ത് കഴിഞ്ഞു എന്ന് ഉറപ്പാകുമ്പോൾ ഇതെടുത്തുകൊണ്ടെന്ന് കുറ്റി എംപ്റ്റി ചെയ്യും, പുട്ട് തള്ളിയെടുക്കും. പുട്ട് തള്ളിയെടുത്താൽ കുറ്റി കളയത്തില്ല, ഇമ്മീഡിയറ്റ്ലി പിന്നെ നിറയ്ക്കുക. പിന്നെ നിറഞ്ഞു കഴിയുമ്പോൾ പുട്ട് പുഴുങ്ങാൻ വെച്ചു. നിറഞ്ഞു കഴിയുമ്പോൾ വീണ്ടും തള്ളി വീണ്ടും ആ പുട്ടുകുറ്റിക്കകത്തിടുക. ഇതുപോലെ ക്രിസ്ത്യാനി ഞായറാഴ്ച വരെ പാപം ചെയ്തു, ശനിയാഴ്ച വരെ പാപം ചെയ്തു, ഞായറാഴ്ച രാവിലെ പള്ളിയിൽ വന്നു, പാപിയായി എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ് അന്ന് വരെ ചെയ്തതെല്ലാം ദൈവത്തോട് ഏറ്റുപറഞ്ഞ് അല്ലെങ്കിൽ അച്ഛനോട് ഏറ്റുപറഞ്ഞ് ആ പുട്ടുകുറ്റി ഒരൊറ്റ തള്ളി ഞായറാഴ്ച വൈകുന്നേരം മുതൽ പിന്നെ നിറയ്ക്കുക. ഇടയ്ക്കിടയ്ക്ക് പ്രാർത്ഥന, ഇടയ്ക്കിടയ്ക്ക് കുമ്പസാരം, ഇടയ്ക്കിടയ്ക്ക് കുടുംബ പ്രാർത്ഥന, ഇടയ്ക്കിടയ്ക്ക് അതിനിടയ്ക്ക് പാപം ചെയ്യുക എന്നിങ്ങനെ പിന്നെയും നിറച്ച് ഒരാഴ്ച മുഴുവനും നോ, എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവനേവനുമല്ല. ഒരു പ്രാവശ്യം വിളിക്ക് സാധ്യതയുണ്ട്. ഞാൻ ദൈവത്തിൻ്റെ കരുണയിൽ മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ കരുണയെ ഓർമ്മിപ്പിച്ചുകൊണ്ട് പല പ്രാവശ്യം തെറ്റ് ചെയ്താലും പിന്നെയും ക്ഷമിക്കുന്നവനായ ദൈവത്തെ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തട്ടെ. പക്ഷേ ഓരോ പ്രാവശ്യം ക്ഷമിക്കേണ്ടി വരുമ്പോഴും ഓരോ പ്രാവശ്യം തെറ്റ് ചെയ്യുമ്പോഴും നാമും ദൈവവും തമ്മിലുള്ള ബന്ധം അകലുകയാണ്, കാവൽ കുറയുകയാണ് എന്ന് ഗൗരവമായി ഓർപ്പിക്കുവാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുന്നു. അതുകൊണ്ട് ബലഹീനത വരാത്തിടത്തോളം ഭാഗ്യവാന്മാർ, അത് വരാതെ കർത്താവ് സൂക്ഷിക്കട്ടെ. ഏലിയാവ് വീണവരിൽ നിന്ന് എഴുന്നേറ്റവനാണ്. താൻ ഒരു പ്രാവശ്യം തളർന്നു പോയി, മതി യഹോവേ മതി, എനിക്കിവിടം വരെ മതി എൻ്റെ ജീവിതമെന്ന് പറഞ്ഞുകൊണ്ട് ഈസബേൽ എൻ്റെ കയ്യാൽ മരിക്കാതിരിക്കേണ്ടതിന് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവം എന്നെ എടുത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിച്ചത് ഓർമ്മയുണ്ട്. ഒരാത്മീയനെ സംബന്ധിച്ചിടത്തോളം വേണ്ടാത്ത ഒരു പദം, ജീവിതത്തിൻ്റെ ഒരു ലെവൽ വരെ ക്രിസ്ത്യാനിത്വത്തിൽ ഉയർന്ന ശേഷം അരുതാത്ത ഒരൊറ്റ പദം പറഞ്ഞാൽ അത് അപകടമാണെന്ന് മറക്കരുത്. എൻ്റെ മേൽ വന്ന രോഗം ഒരു പക്ഷെങ്കിലല്ല, എൻ്റെ ഹോപ്പ് അനുസരിച്ച് എൻ്റെ വായിൽ നിന്ന് വന്ന ഒരു പദം കൊണ്ടാണ്. കർത്താവേ 60 വയസ്സ് വരെ ജീവിച്ചാൽ മതി, 70 വയസ്സ് വരെ ജീവിച്ചാൽ മതി, 70 വയസ്സ് വരെ ജീവിക്കാൻ എനിക്ക് ആയുസ് തരണം, അതിനുശേഷം തിരുമേനി എടുത്തുകൊള്ളണമേ എന്ന് പറഞ്ഞ ഒരൊറ്റ വാക്ക് എൻ്റെ ജീവിതത്തിൽ ദോഷകരമായി ബാധിച്ചതിനാണ് 70 വയസ്സ് തികഞ്ഞ അന്ന് എനിക്ക് ക്യാൻസർ ഡിറ്റക്റ്റ് ചെയ്തത് എന്നെനിക്കറിയാം. പിന്നീട് 10,000ങ്ങളുടെ പ്രാർത്ഥനയെ, ദൈവസഭയുടെ പ്രാർത്ഥനയെ ദൈവം മാനിച്ചതുകൊണ്ട് ഇന്നും ഒരു 5-8 വർഷം കൂടെ കഴിഞ്ഞിട്ടും നിങ്ങളുടെ മുമ്പിൽ നിൽക്കത്തക്കവണ്ണം കർത്താവ് ബലപ്പെടുത്തിയത് കൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു പരിധി വരെ ദൈവസന്നിധിയിൽ ഉയർന്നു കഴിഞ്ഞവർ തങ്ങളുടെ വായിൽ നിന്ന് വരുന്ന ഓരോ വാക്കും അപകടമാകാതിരിക്കുവാൻ, അനുഗ്രഹപ്രദമാകുവാൻ, ദൈവസന്നിധിയിൽ സൂക്ഷിക്കുവാൻ ഞാൻ ദൈവത്തെ നാമത്തിൽ ഓർമ്മിപ്പിക്കുന്നു. താങ്ക് ഗോഡ് വി ഹാവ് എ ചാൻസ്. ഇന്ന് പിന്നെയും ദൈവസന്നിധിയിൽ നമ്മുടെ കുറവുകൾ ഏറ്റുപറയുവാൻ നമുക്കൊരവസരം കൂടെ ഉള്ളതിനാൽ ഞാൻ കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഇനി കണ്ടീഷൻസ് ഓഫ് റിസ്റ്റോർ ചെയ്യപ്പെടാനുള്ള കണ്ടീഷൻ. ഞാൻ ഈ പ്രിയപ്പെട്ടവരുടെ അനുഭവത്തിൽ നിന്ന്, ദാവീദ്, പത്രോസ്, ഏലിയാവ് മുതലായവരുടെ അനുഭവത്തിൽ നിന്ന് എന്തുകൊണ്ടാണ് അവർ വിടുവിക്കപ്പെട്ടത്, എങ്ങനെയാണ് രക്ഷപ്പെട്ടത് എന്ന ആശയങ്ങൾ പറഞ്ഞെങ്കിലും ഒരല്പം കൂടെ സിസ്റ്റമാറ്റിക്കായി അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതിനായി ഒന്നാമത്തേത് എക്ലീഷിയാസ്റ്റിക് 3:1
സഭാപ്രസംഗി 3-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ ടു എവറിതിങ് ദർ ഇസ് എ സീസൺ, എല്ലാത്തിനും ഒരു കാലമുണ്ട്, ഒരു സമയമുണ്ട്. ആകാശത്തിന് കീഴിലുള്ള സകലത്തിനും ഒരു കാലമുണ്ട്. സമയമെന്നതിനെ കവിഞ്ഞ് കാലമെന്ന പദമായിരിക്കും നല്ലത്. സമയമെന്ന് പറയുമ്പോൾ മിക്കവാറും നമ്മളൊരു പർട്ടിക്കുലർ മിനിറ്റിനെ കുറിച്ച് അല്ലെങ്കിൽ ഒരു പ്രത്യേക മണിക്കൂറിനെ കുറിച്ചായിരിക്കും ഉദ്ദേശിക്കുന്നത്. എന്നാൽ സീസൺ എന്ന പദത്തിന് അല്പം കൂടെ ഗൗരവമുണ്ട്. ഒരാഴ്ചക്കാലമാകാം, ഒരു മാസമാകാം, ചിലപ്പോൾ 1-2 വർഷങ്ങളാകാം. ദൈവം മാനസാന്തരത്തിന് വേണ്ടി ഒരു സീസൺ അനുവദിച്ചാൽ ആ സീസൺ നമുക്ക് എടുക്കണം. എല്ലാറ്റിനും ഒരു സമയമുണ്ട്. ആകാശത്തിന് കീഴിലുള്ള സകല കാര്യത്തിനും ഒരു കാലമുണ്ട്. ഇതാ ഞാൻ പുതിയ ഒന്ന് ചെയ്യുന്നു. ഇന്നത്തെ പ്രത്യേകത യെശയ്യാവിൻ്റെ പുസ്തകം 43:19 ഇതാ ഞാൻ പുതിയ ഒന്ന് ചെയ്യുന്നു, അതിപ്പോൾ ഉത്ഭവിക്കും, നിങ്ങളത് അറിയുന്നില്ലയോ? അതെ, ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുകയാണ്. മരുഭൂമിയിൽ നദി ഉണ്ടാക്കുവാൻ, നിർജ്ജന പ്രദേശത്ത് നീരൊഴുക്കുകൾ ഉണ്ടാക്കുവാൻ ചിലതെല്ലാം ഞാൻ ചെയ്യാൻ പോകുകയാ. ഉള്ള നീരൊഴുക്കിനെ നന്നാക്കി തരുന്നൊരു കാലമുണ്ട്. ഉള്ള നീരൊഴുക്കിൽ മഴ പെയ്യുമ്പോൾ വെള്ളം വർദ്ധിക്കും. വടക്കേ ഇന്ത്യയിൽ ചിലയിടങ്ങളിൽ, ചില നദികളിൽ വറവുകാലത്തും വെള്ളം വരും. കാരണം ഹിമാലയത്തിലെ മഞ്ഞുരുകുന്നതിനാണ്. അതിനൊരു സീസൺ ഉണ്ട്. എന്നാൽ ഇവിടെ പറയുന്നത് ഇല്ലായ്മയിൽ നിന്നുളവാക്കുന്നവൻ, സന്തോഷത്തിന് യാതൊരു വഴിയുമില്ലെങ്കിലും, വിടുതലിന് യാതൊരു സാധ്യതയുമില്ലെങ്കിലും ഇന്ന് പകൽ കർത്താവിന് പറയാനുള്ളത് ഇതാ ഞാൻ സകലതും പുതിയതൊന്ന് ചെയ്യുന്നു, അതിപ്പോൾ ഉത്ഭവിക്കും, നിങ്ങളത് അറിയുന്നില്ലയോ? അതെ, ഞാൻ മരുഭൂമിയിലൊരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും. ഇന്ന് എൻ്റെ ജീവിതത്തിൽ വിടുതലിന് യാതൊരു ചാൻസുമില്ല. എൻ്റെ ജീവിതത്തിൽ ഇനി ഉദ്ധാരണത്തിന് വഴിയില്ല. ഞാനിങ്ങനെ തീരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഉള്ളത്രയും കാലം ദൈവത്തോടുകൂടെ നടക്കട്ടെ എന്ന് പറഞ്ഞ് നടക്കുന്നവരെ ഇന്ന് പകൽ പരിശുദ്ധാത്മാവൻ ഓർമ്മിപ്പാനുള്ളത് അല്ല, നിർജ്ജന പ്രദേശത്ത് വഴി ഉണ്ടാക്കുവാൻ, നിർജ്ജന പ്രദേശത്ത് നദികൾ ഉണ്ടാക്കുവാൻ സ്വർഗത്തിൽ ദൈവം ശക്തനാണ്. ഇവിടെ ഞാൻ വേറൊരു വ്യാഖ്യാനം കൂടെ അതിന് പറയാൻ ആഗ്രഹിക്കുന്നു. ദൈവം എപ്പോഴും ഒരു നദി ഉണ്ടാക്കണമെങ്കിൽ നദിയിൽ നിന്ന് കുടിക്കാൻ ആൾ വേണം. ഭൂമിയിൽ മഴ പെയ്യിക്കണമെങ്കിൽ കൃഷിക്കുള്ള ആൾ വേണം. എങ്കിൽ മാത്രമേ ദൈവം മഴ പെയ്യിക്കുകയുള്ളൂ. ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുന്നത് ഭൂമിയിൽ കൃഷി ചെയ്യുവാൻ മനുഷ്യനുണ്ടായിരുന്നില്ല, അന്ന് മഴയും ഉണ്ടായിരുന്നില്ല. ഇന്ന് രാത്രിയിൽ കൃഷിക്ക് ആളുണ്ടെങ്കിൽ ദൈവം മഴ പെയ്യിക്കും. ഇന്ന് പകൽ നടക്കുവാൻ ആളുണ്ടെങ്കിൽ വഴി ഉണ്ടാക്കി തരും. ഇന്ന് പകൽ പാർക്കുവാൻ ആളുണ്ടെങ്കിൽ നദികളെ ഒഴുക്കി തരും. എന്നാൽ കർത്താവ് പറഞ്ഞു, ആരുമില്ലെന്ന് തോന്നുന്നെങ്കിൽ അങ്ങനെയൊന്നും അല്ല, ഞാൻ സംഗതികളാകെ മാറ്റാൻ പോകുകയാണ്. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, അതിപ്പോൾ ഉത്ഭവിക്കും, നിങ്ങളത് അറിയുന്നില്ലയോ? അതെ, ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും. ഇന്ന് പകൽ നദികളും വഴികളും ഉണ്ടാക്കുന്ന ദൈവത്തിൻ്റെ കയ്യിൽ സഭയെ ഏൽപ്പിക്കുകയാണ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ എന്നെ ശ്രദ്ധിക്കുന്ന അനേകർക്ക് വേണ്ടി പുതിയ വഴികൾ തുറന്നു വരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ പുതിയ വഴികൾ തുറന്നു വരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ പുതിയ ഉറവകൾ തുറന്നു വരട്ടെ. ജീവസന്ധാരണത്തിന് മാർഗമില്ല, മുൻപോട്ട് പോകുവാൻ യാതൊരു വഴിയുമില്ലെന്ന് പറയുന്ന ഇന്ന് പകൽ നീറുന്ന ഹൃദയങ്ങളിലേക്ക് യേശുവിൻ്റെ നാമത്തിൽ ഒരു പുതിയ വിത്ത് വീഴുകയാണ്. പുതിയ വഴി, പുതിയ വഴി, പുതിയ ഉറവകൾ, പുതിയ നീരൊഴുക്കുകൾ. അതെ, ഞാൻ ഉണ്ടാക്കുമെന്ന് എൻ്റെ കർത്താവ് പറയുകയാ. ഇന്ന് പകൽ ദൈവം ഉണ്ടാക്കുമെന്ന് എം എ വർഗീസ് പറയുകയല്ല, ഞാൻ ഉണ്ടാക്കുമെന്ന ദൈവത്തിന്റെ വചനത്തെ എം എ വർഗീസ് വായിച്ചു കേൾപ്പിക്കുകയാണ്. എഴുതപ്പെട്ടിരിക്കുന്നതാകയാൽ. ഓ ഗോഡ്, ഒരു സമയത്ത് ഭയങ്കര പവർഫുള്ളായി സഭയോട് ഇടപെട്ടുകൊണ്ടിരുന്ന ഒരു ആലോചനയാ അപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു. യേശുക്രിസ്തുവിനെ കുറ്റം വിധിക്കേണ്ടതിന്, യേശുക്രിസ്തുവിനെ ഒന്ന് ടെസ്റ്റ് ചെയ്യേണ്ടതിന് വേണ്ടി സാത്താൻ അനുമതി ലഭിച്ചപ്പോൾ സാത്താനോട് ഉയർന്ന മലയിൽ യേശുവിനെ കൊണ്ട് നിർത്തിയേച്ചു പറഞ്ഞു, താഴോട്ട് ചാട്, നിന്റെ കാൽ കല്ലിന്മേൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് അതിനെ ദൂതന്മാരെ കുറിച്ച് കൽപ്പിക്കുമെന്ന് പറഞ്ഞിട്ടില്ലയോ? യേശു അവനോട് തിരിച്ചു പറഞ്ഞു, നീ പറഞ്ഞത് പറഞ്ഞ കാര്യമല്ലേ, ഞാൻ തിരിച്ചൊന്ന് പറയാം, നിന്റെ കർത്താവിനെ പരീക്ഷിക്കരുത് എന്ന് എഴുതിയിട്ടുണ്ട്. എഴുതപ്പെട്ട വചനം നിവർത്തിയായേ മതിയാകൂ. ഇന്ന് പകൽ ഒരു പ്രാവശ്യം കൂടെ എഴുതപ്പെട്ട വചനം നിവർത്തിയായേ മതിയാകൂ. ഇന്ന് പകൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ പുസ്തകത്തിൽ എഴുതി വെച്ചത് വായിക്കുവാൻ, കേൾക്കുവാൻ പദവി ലഭിക്കുന്നവർക്കായി സ്തോത്രം. അത് നമുക്ക് പദവി ലഭിച്ചു. അതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 5:6 ഒരു ടൈം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. എല്ലാത്തിനും ഒരു ടൈമുണ്ട്. ഒരു മനുഷ്യൻ 38 വർഷമായി ബെഥസ്ദ എന്ന കുളക്കരയിൽ കിടക്കയാ. വെള്ളം കലങ്ങുമ്പോൾ ആദ്യം ഇറങ്ങുന്നവൻ ആരായാലും സൗഖ്യം പ്രാപിക്കുന്ന സ്വഭാവമുള്ള ഒരു ബെഥസ്ദ കുളത്തിൻ്റെ കരയിൽ ഒരുവൻ വന്ന് കിടക്കുകയാ. ഇവൻ കിടപ്പ് തുടങ്ങിയിട്ട് 38 വർഷമായി.
ബഥേലിന് ദൈവകൃപയാൽ ബെഥസ്ദയുടെ ഒരു അനുഭവം ഉണ്ട്. ബെഥസ്ദയുടെ അനുഭവമുണ്ട്. ഇടയ്ക്കിടയ്ക്ക് വെള്ളം കലങ്ങും. കൂടെ കലങ്ങേണ്ടതിന് ഈ ദിവസങ്ങളിൽ തൻ്റെ ദൂതനെ പിന്നെയും അയക്കുവാൻ സഭ പിന്നെയും ജാഗ്രതയായി ഒരു പ്രാവശ്യം കൂടെ പ്രാർത്ഥിക്കാൻ പോകുകയാ. ഇടയ്ക്കിടയ്ക്ക് വെള്ളം ഒന്ന് കലങ്ങും. കാര്യം ഒരു ദൂതൻ ഇറങ്ങി കലക്കുന്നതാ വെള്ളം. ആ ചർച്ചിൽ കലക്കമുണ്ടാകുമെന്നല്ല ഞാൻ പറഞ്ഞത്. ഒരാത്മീക ചൈതന്യം ഉണ്ടാകും, ഒരാത്മീക ചലനം ഉണ്ടാകും. പരിശുദ്ധാത്മാവിൻ്റെ ഒരു സ്റ്റീറിങ്, പരിശുദ്ധാത്മാവിൻ്റെ ഒരു നവീകരണം സഭയ്ക്കകത്ത് വ്യാപരിക്കുന്ന ഒരു സമയമുണ്ട്. ആ സമയത്ത് ആദ്യം ഇറങ്ങുന്നവൻ ആരായാലും സൗഖ്യമാകുമെന്നുള്ള ദൈവത്തിൻ്റെ പ്രമാണപ്രകാരം ഇന്ന് പകൽ ഈ നടക്കുന്ന ചലനത്തിലും ഇന്ന് പകലും ചില രോഗസൗഖ്യങ്ങൾ നടക്കുവാൻ ആ ബെഥസ്ദയുടെ കുളക്കരയിലുള്ള 5 മണ്ഡപങ്ങളിൽ, പ്രൈസ് ദി ലോർഡ്, 5 മണ്ഡപങ്ങളിൽ ഓരോന്നിനകത്തും നാനാവിധ രോഗികൾ കിടക്കയാ. ഏത് തരം രോഗമായാലും ആദ്യം ഇറങ്ങുന്നവൻ സൗഖ്യമാകുന്നത് പോലെ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ചില രോഗസൗഖ്യങ്ങൾ നടക്കട്ടെ. ഇന്ന് നടക്കുന്ന ഓരോ ചലനത്തിലും പരിശുദ്ധാത്മാവിൻ്റെ മൂവ്മെന്റിലും ഹീലിംഗ്, യേശുവിൻ്റെ നാമത്തിൽ ഒരു രോഗസൗഖ്യം നടക്കട്ടെ. യോഹന്നാൻ 5:6 ഒരു മനുഷ്യൻ 38 വർഷമായി അവിടെ കിടക്കയാ. എല്ലാറ്റിനും ഒരു കാലമുണ്ട്. കിടക്കുന്ന കാലം 38 കൊല്ലം. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ യേശുവിൻ്റെ സാന്നിധ്യം ഉണ്ടായി. അവനിങ്ങനെ ഏറിയ കാലമായി കിടക്കുന്നു എന്നറിഞ്ഞു. എഴുതാത്ത ഒരു പദം കൂടെ ഞാൻ വായിച്ചേക്കാം. അവൻ്റെ വിടുതലിൻ്റെ സമയമായി എന്ന് യേശു അറിഞ്ഞു. അവൻ്റെ അടുക്കൽ വന്ന് വെച്ചൊരു ചോദ്യം ചോദിച്ചു, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? ദ കണ്ടീഷൻസ്, പ്രീ കണ്ടീഷൻസ്, അക്സെപ്റ്റൻസ് ഓഫ് റിസ്റ്റോറേഷൻ. ഒരു വിടുതലിലേക്ക് വരണമെന്നുള്ളതിൽ ഒരു പ്രീ കണ്ടീഷനാണ് നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ. ആദ്യം നമ്മൾ ചിന്തിച്ചു ദൈവത്തിൻ്റെ സീസൺ, എല്ലാത്തിനും ഒരു സീസൺ ഉണ്ട്. സീസണാകുമ്പോൾ പുതുമകൾ ചെയ്യുന്നവനായ ദൈവം. 2, നിനക്ക് മനസ്സുണ്ടോ? ഇന്ന് പകൽ മനസ്സുള്ളവർക്കായി കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഇന്ന് പകൽ നിനക്ക് മനസ്സുണ്ടോ? കർത്താവിനോട് ഒരിക്കൽ ഒരാൾ വന്ന് പറഞ്ഞു, അങ്ങയ്ക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും. ശരിയാണ്, മത്തായി 8 വന്ന് പറയുന്നൊരു പദമാണ്, അങ്ങയ്ക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും. യേശു അവനോട് പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്. ഇന്ന് പകൽ ദൈവത്തിന് മനസ്സുണ്ട്. യേശു തൻ്റെ യോഹന്നാൻ 5:6 38 വർഷമായി കിടക്കുന്ന മനുഷ്യനോട് ചോദിക്കുകയാണ്, നിനക്ക് മനസ്സുണ്ടോ എന്ന് പറ. അവനതിന് മറുപടി പറഞ്ഞില്ലെങ്കിലും മനസ്സുണ്ട് എന്ന് അവൻ്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലായതിനാൽ യേശു അവനോട് പറഞ്ഞു, കിടക്കയെടുത്ത് വീട്ടിൽ പോ. നീ കുളം കലങ്ങാൻ കാത്തിരിക്കേണ്ട. സമയമായി കഴിഞ്ഞാൽ, പ്രൈസ് ദി ലോർഡ്, എനിക്ക് മനസ്സുണ്ട്, നിനക്കും കൂടെ മനസ്സുണ്ടെങ്കിൽ കിടക്കയെടുക്ക്, വീട്ടിൽ പോ. സൗഖ്യമാക്കുവാൻ, വാക്കുകൊണ്ട് സൗഖ്യമാക്കുവാൻ, വാക്കുകൊണ്ട് സൗഖ്യമാക്കുവാൻ, വാക്കുകൊണ്ട് സൗഖ്യമാകുന്ന രോഗശാന്തിയുടെ പ്രത്യേകതകൾ ഈ ദിവസങ്ങളിൽ പിന്നെയും സഭയ്ക്കകത്ത് ഉയർന്നു വരുവാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് യേശുവിനെ ഏൽപ്പിച്ചു കൊടുക്കാം. മത്തായിയുടെ സുവിശേഷം 8:8 അതിന് ശതാധിപൻ, കർത്താവേ, നീ എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല. ഒരു വാക്ക് മാത്രം കൽപ്പിച്ചാൽ എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരുമെന്ന് പറഞ്ഞു. അങ്ങ് ഒറ്റ വാക്ക് കൽപ്പിച്ചാൽ മതി. എൻ്റെ പുരയ്ക്കകത്ത് അങ്ങ് വരണമെന്നില്ല. അങ്ങയുടെ ഫിസിക്കൽ പ്രസൻസ് അവിടെ ആവശ്യമില്ല. അങ്ങയുടെ ഒരു വാക്കുണ്ടല്ലോ, അത് പോയി സൗഖ്യമാക്കുന്നതാണ്. വചനമയച്ച് സൗഖ്യമാക്കുന്ന ദൈവം, വചനമയച്ച് സൗഖ്യമാക്കുന്ന ദൈവം. ഹോസ്പിറ്റലുകളുടെ വാർഡുകളിൽ, ICUകളിൽ, വെന്റിലേറ്ററുകളിൽ ഇന്ന് പകൽ ആശ്വാസം തേടി കിടക്കുന്ന ചിലതിൻ്റെ മേൽ വചനം പോയി സൗഖ്യമാക്കട്ടെ. ദൈവിക വിടുതലുകൾ പ്രഖ്യാപിക്കുകയാണ്. അങ്ങൊരു വാക്ക് മാത്രം കൽപ്പിച്ചാൽ മതി. ആക്ച്വലി ഈ മനുഷ്യൻ പറയുന്ന പദങ്ങൾ വലുതാ. നമ്മളൊരൊറ്റ വാക്ക് വായിച്ചുള്ളൂ. അവൻ പറഞ്ഞു, കർത്താവേ, അധികാരം എന്താണെന്ന് എനിക്കറിയാം. ഈസ് എ സെഞ്ചൂറിയൻ, ഒരു ശതാധിപനാണ്. അധികാരം എന്ന് പറഞ്ഞാൽ എന്നാന്ന് എനിക്കറിയാം. ഞാനൊരു പട്ടാള ഉദ്യോഗസ്ഥനാണ്. ഇന്നത്തെ ലെവൽ കാൽക്കുലേറ്റ് ചെയ്താൽ ഏതാണ്ട് ഒരു ക്യാപ്റ്റൻ്റെ ലെവലിൽ വരും. അങ്ങയുടെ അധികാരം എന്തെന്ന് എനിക്കറിയാം. ഞാനൊരു ക്യാപ്റ്റനാ. ഞാൻ അങ്ങനെ പറഞ്ഞത് മിസ്ഇൻ്റർപ്രിട്ടേഷൻ അല്ല, എൻ്റെ ഇൻ്റർപ്രിട്ടേഷനാണ്. സെഞ്ചൂറിയൻ എന്ന പദത്തെ ഞാൻ ക്യാപ്റ്റൻ എന്ന് മാറ്റി പറയുകയാണ്. ഇന്നത്തെ പട്ടാളത്തിൻ്റെ ലെവലും അന്നത്തെ പട്ടാളത്തിൻ്റെ ലെവലും തമ്മിൽ കമ്പാരിഷനിൽ എനിക്ക് മനസ്സിലാകുന്നതാ. അതിൽ കൂടുതൽ മനസ്സിലാകുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിയാലും. എനിക്ക് മനസ്സിലാകുന്നത് ഏറെക്കുറെ ഒരു ക്യാപ്റ്റൻ്റെ ലെവലാണ്. ആ ക്യാപ്റ്റൻ ലെവലിൽ നിന്നുകൊണ്ട് പറയുകയാണ്, അധികാരമെന്ന് പറഞ്ഞാൽ എന്താണെന്ന് എനിക്കറിയാം. എൻ്റെ കീഴിൽ പടയാളികളുണ്ട്, എൻ്റെ മേളിൽ അധികാരികളുണ്ട്. ഞാൻ ഒരുവനോടൊരു വാക്ക് കൽപ്പിച്ചാൽ അവനത് ചെയ്യുന്നുണ്ട്. എനിക്ക് വേണമെങ്കിൽ എൻ്റെ ആളുകളെ അയച്ച് സകലതും ചെയ്യാം. പക്ഷേ കർത്താവേ, എൻ്റെ ഭടന്മാർ പോയാൽ ചെയ്യാനൊക്കാത്ത ഒന്ന രോഗശാന്തി. എനിക്ക് ഒരുപാട് അധികാരമുണ്ട്, എൻ്റെ ഒരുപാട് കാശുണ്ട്, എനിക്ക് ഒരുപാട് ഇൻഫ്ലുവൻസ് ഉണ്ട്, എനിക്ക് ഒരുപാട് പരിചയക്കാരുണ്ട്. ഹോസ്പിറ്റൽ
ഹോസ്പിറ്റലുകളിൽ ഇൻഫ്ലുവൻസ് ഉണ്ട്, ഡോക്ടേഴ്സിനെ പേഴ്സണലി അറിയാം. പക്ഷെ കർത്താവേ, ഇതൊന്നും കൊണ്ട് സൗഖ്യം നടക്കത്തില്ല. സൗഖ്യമാകണമെങ്കിൽ അങ്ങയുടെ അധികാരം ഉപയോഗിച്ചേ മതിയാകൂ. അതേ കർത്താവേ, ഇന്ന് പകൽക്കാലം ബേഥേൽ ഒരുമിച്ച് പറയുകയാണ്, ഞങ്ങൾക്ക് പലതിലും കഴിവുകൾ തന്നതിനായി നന്ദി, പക്ഷെ രോഗസൗഖ്യം നടക്കുവാൻ അങ്ങൊരു വാക്ക് കൽപ്പിച്ചാലേ മതിയാകൂ. ഓ ഗോഡ്, അങ്ങൊരു വാക്ക് കൽപ്പിച്ചാൽ അത് അങ്ങയുടെ അധികാരമാ, അത് അങ്ങയുടെ അധികാരമാ. അങ്ങൊരു വാക്ക് കൽപ്പിച്ചാൽ എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരും. നസ്രയനാകുന്ന യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽ രോഗികളായി സഭയുടെ പ്രാർത്ഥന ആവശ്യപ്പെട്ട ചിലരുടെ മേൽ ഈ സമയം രോഗസൗഖ്യത്തിൻ്റെ ആ ശക്തി കടന്നു പോകട്ടെ. സൗഖ്യമാക്കുന്ന ദൂതന്മാരെ, സൗഖ്യമാക്കുന്ന ദൂതന്മാരെ, സൗഖ്യമാക്കുന്ന ശക്തിയെ ഇന്ന് പകൽ പോകണമേ. തൊടുവാനുള്ളവരെ തൊടണമേ. അത് യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. നമ്മൾ വചന ശുശ്രൂഷയിലാണ് നിൽക്കുന്നത്, പ്രസംഗത്തിലല്ല. കേവലം പ്രസംഗമായിരുന്നെങ്കിൽ ഇത് മതിയായിരുന്നു. ഒരു വചന ശുശ്രൂഷയാകയാൽ രോഗികളായി ഇതിനകത്തിരിക്കുന്നവരും അല്ലൊരു രോഗിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇന്ന് പകൽക്കാലം എനിക്കൊരു രോഗസൗഖ്യം ലഭിക്കണം. എൻ്റെ അപ്പനായിരിക്കാം, അമ്മയായിരിക്കാം, സഹോദരനായിരിക്കാം, സഹോദരിയായിരിക്കാം, സ്നേഹിതനായിരിക്കാം, ഭാര്യയായിരിക്കാം, ഭർത്താവായിരിക്കാം, മക്കളായിരിക്കാം, മാതാപിതാക്കളായിരിക്കാം. ഇന്ന് പകൽ എനിക്കൊരു രോഗസൗഖ്യം ആവശ്യമുണ്ട്, എൻ്റെ ഇന്നാർക്കൊരു രോഗസൗഖ്യം ആവശ്യമുണ്ട് എന്ന് പറയുന്നവർ ദയവായി ഒന്ന് എഴുന്നേറ്റ് നിന്നാട്ടെ. ഒരു മിനിറ്റ് നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ എഴുന്നേറ്റ് നിൽക്കുന്നവര് രോഗികളെ പ്രതിനിധീകരിച്ചുകൊണ്ട് തിരുമുമ്പിൽ വന്ന് നിൽക്കുകയാണ്. അവിടുന്ന് ചെയ്തു തരുമെന്ന ആശയോടെ സഭയായി പല രോഗികളെ ഞങ്ങൾ ദൈവകരങ്ങളിൽ തരികയാണ്. നസ്രായന്റെ നാമത്തില് വചനമയച്ച് സൗഖ്യമാക്കുന്ന, വചനമയച്ച് സൃഷ്ടിക്കുന്ന, വചനമയച്ച് പുനരുദ്ധരിക്കുന്ന, വചനമയച്ച് വിടുവിക്കുന്ന ദൈവത്തിന്റെ കരം പോകട്ടെ. ദൈവിക ശക്തി പോയി ഇന്ന് മകളുടെ രോഗസൗഖ്യം നടത്തട്ടെ. അത് യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ദയവായി ഇരുന്നാലും അങ്ങൊരു വാക്ക് കൽപ്പിച്ചാൽ സൗഖ്യം വരും. എൻ്റെ പട്ടാളക്കാരന് സൗഖ്യം വരുത്താൻ ഒക്കത്തില്ല. എൻ്റെ ബാല്യക്കാരന് എഴുന്നേൽക്കണമെങ്കിൽ അതിൻ്റെ മേൽ അധികാരമുള്ളവൻ സംസാരിക്കണം. അതിൻ്റെ മേൽ അധികാരമുള്ളവൻ. കാറ്റിൻ്റെ മേൽ അധികാരമുള്ള ദൂതൻ പോയെങ്കിലേ കാറ്റടങ്ങൂ. തീയുടെ മേൽ അധികാരമുള്ള ദൂതൻ പോയെങ്കിലേ തീ കെടുകയുള്ളൂ. സർവത്തിൻ്റെ മേലും അധികാരമുള്ള അങ്ങൊരു വാക്ക് കൽപ്പിച്ചാൽ ആ വാക്കിന് അതിൻ്റെ വിലയുണ്ട്. ഇന്ന് പകൽ സർവാധികാരിയായ ദൈവം അത് ചെയ്യട്ടെ. റിട്ടേൺ അണ്ടു ദ ലോർഡ്. ഹോശേയ പ്രവചനം 6-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ, വരുവീൻ നമ്മെ യഹോവയുടെ അടുക്കലേക്ക് ചെല്ലുക. അവൻ നമ്മെ കടിച്ചു കീറിയിരിക്കുന്നു, അവൻ നമ്മെ സൗഖ്യമാക്കും. അവൻ നമ്മെ അടിച്ചിരിക്കുന്നു, അവൻ മുറിവ് കെട്ടും. ഇന്ന് പകൽക്കാലം മുറിച്ചത് കർത്താവാണെന്ന് അറിഞ്ഞുകൊണ്ട്, ഇന്ന് പകൽക്കാലം അടിച്ചത് കർത്താവാണെന്ന് അറിഞ്ഞുകൊണ്ട്, മുറിവേൽപ്പിച്ചത് ദൈവത്തിൻ്റെ കൈയാണെന്ന് അറിഞ്ഞുകൊണ്ട് മടങ്ങി വരുന്നവരെ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ആ തുറന്ന ചങ്കിലേക്ക് ഇന്ന് പകൽക്കാലം ഒന്ന് നോക്കുവാൻ, ആ പിളർന്ന പാറയിൽ ഇന്ന് പകൽ ഒരു പ്രാവശ്യം കൂടെ അഭയം പ്രാപിക്കുവാൻ വരുവീൻ നമ്മെ യഹോവയുടെ അടുക്കലേക്ക് മടങ്ങി ചെല്ലുക. അവൻ നമ്മെ കടിച്ചു കീറി, അവൻ സൗഖ്യമാക്കും. അവൻ നമ്മെ അടിച്ചിരിക്കുന്നു. എനിക്ക് തോന്നുന്നത് ഈ ചർച്ചിൻ്റെ, ഞങ്ങളിവിടെ വന്ന ശേഷം ചർച്ചിൻ്റെ ചരിത്രത്തിൽ നേരത്തെ വിഷയം അനൗൺസ് ചെയ്യാതെ തക്ക സമയത്ത് ഞാൻ വിഷയം അനൗൺസ് ചെയ്യും എന്ന് പറഞ്ഞ് പരിശുദ്ധാത്മാവ് എന്നെ ഏൽപ്പിച്ച ഒരു സന്ദേശമുണ്ട്. 1984 മാർച്ച് മാസത്തോടടുത്തായിരുന്നു. എനിക്കൊന്ന് 1 മാസം മുമ്പ് മുതൽ ദൈവാത്മാവ് ഇടപെടാൻ തുടങ്ങി. മാർച്ച് മാസത്തിൻ്റെ ഇത്രാമത്തെ ചൊവ്വാഴ്ച വൈകിട്ട്, അന്നൊരു ചൊവ്വാഴ്ച വൈകിട്ട് തോറും ചർച്ചിലൊരു ബൈബിൾ ക്ലാസ് ഉണ്ടായിരുന്നു. മാർച്ച് മാസത്തിൻ്റെ ഇത്രാമത്തെ ചൊവ്വാഴ്ച വൈകിട്ട് എനിക്കെൻ്റെ ജനത്തോടൊരു പ്രത്യേക വിഷയം ഇടപെടാനുണ്ട്. എനിക്കന്ന് 1 മാസം മുമ്പ് മുതൽ എല്ലാ മീറ്റിങ്ങുകളിലും ഞാൻ അനൗൺസ് ചെയ്തു. മാർച്ച് 1-ാമത്തെ ആഴ്ചയൊക്കെ ആയപ്പോഴത്തേക്ക് എനിക്ക് തന്നെ ഭയമായി തുടങ്ങി. ഇതുവരെ മെസ്സേജ് ഒന്നുമില്ല. ചൊവ്വാഴ്ച രാവിലെയും മെസ്സേജ് ഒന്നുമില്ല. ആ പറഞ്ഞ ചൊവ്വാഴ്ച രാവിലെയായി മെസ്സേജ് ഇല്ല. ഞാനന്നൊരു പ്രൈവറ്റ് കമ്പനി ജോലി ചെയ്യുന്നുണ്ട്. എൻ്റെ ജോലിക്ക് വേണ്ടി പോയി, പക്ഷെങ്കിൽ എനിക്ക് മെസ്സേജ് ഇല്ല. അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു, മെസ്സേജ് ഇല്ല. തിരിച്ചു വന്നു, മെസ്സേജ് ഇല്ല. വൈകിട്ട് ബൈബിൾ സ്റ്റഡിക്ക് പോവുകയാണ്. ഞാൻ ഇന്നൊരു വിഡ്ഢിവേഷം കെട്ടുമല്ലോ കർത്താവേ, എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൊണ്ട് പോയപ്പോഴാണ് പെട്ടെന്ന് ആ മീറ്റിംഗ് ആരംഭിച്ച ശേഷം പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറഞ്ഞു, അടിച്ചത് എൻ്റെ കൈയാണെങ്കിൽ പൊറുപ്പിക്കുന്നത് എന്നെ കൊണ്ടേ പറ്റൂ. ഇപ്രാവശ്യം ഒരു സന്ദേശം എനിക്ക് തരാനുണ്ടെന്ന് കർത്താവ് പറഞ്ഞു. നാളെ തുടങ്ങും. എനിക്കിതുവരെ അറിയത്തില്ല എന്തുവാന്ന്. സത്യമായും കഴിഞ്ഞൊരു 10-15 ദിവസമായി ഈ ആഴ്ചയിൽ ഒരു മെസ്സേജ് എടുക്കണം എന്ന് ദൈവം എന്നോട് പറഞ്ഞിട്ടുണ്ട്.
നാളെ മുതൽ ആരംഭിക്കുന്ന പ്രത്യേക പ്രാർത്ഥനകളിൽ ഏതോ ദൈവം ഇതുവരെ മറച്ചു വെച്ച, എന്തുകൊണ്ടായിരിക്കും ഇതുവരെ മറച്ചു വെച്ചത്? പിശാച് അതിന് നേരെ കുതന്ത്രം മെനയാതിരിക്കാനായിരിക്കാം. ഒരുപക്ഷെ നേരത്തെ പറഞ്ഞാൽ മനുഷ്യൻ്റെ വിശ്വാസം തടുത്തു കളയുവാൻ, ദേശാധിപതികളുടെ വിശ്വാസം തടുത്തു കളഞ്ഞ ആ പഴയ പിശാച് പലരിലും വെളിപ്പെടാതിരിക്കുവാനായിരിക്കാം. എന്തുകൊണ്ടോ എന്നോട് ദൈവാത്മാവ് ഇടപെടുന്നുണ്ട്. നാളെ വൈകിട്ട് മുതൽ ഒരു മെസ്സേജ് ഇവിടെ ആരംഭിക്കണം. അതേത് മെസ്സേജാന്ന് എനിക്കറിയാം. നാളെ വൈകിട്ടെന്ന് പറഞ്ഞ് ക്ഷമിക്കണം. നാളെ മുതൽ ഒരു മെസ്സേജ് ഇവിടെ ആരംഭിക്കണം. എന്ത് മെസ്സേജെന്ന് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല. സ്വർഗത്തിലെ ദൈവത്തിനറിയാം. ഇന്ന് രാത്രിയിലോ നാളെ രാവിലെയോ ദൈവം ഇടപെടട്ടെ. അന്ന് ഏൽപ്പിച്ച മെസ്സേജ് ഇതായിരുന്നു: അടിച്ചവൻ ഞാൻ, പൊറുപ്പിക്കുവാൻ വൈദ്യനെ കൊണ്ട് കഴിയുകയില്ല. അന്ന് ഈ ചർച്ചിൽ എനിക്ക് സഭയ്ക്ക് ഒരുപാട് പ്രയോജനകരമായി നിന്നിരുന്ന ഒരു സഹോദരനുണ്ട്. ആസ്മ രോഗി, ഭയങ്കര ആസ്മയായിരുന്നു. മെസ്സേജ് ഇതായിരുന്നു: അടിച്ചത് എൻ്റെ കൈ, പൊറുപ്പിക്കാൻ വേറൊരുത്തിനെ കൊണ്ടൊക്കത്തില്ല. ആ സഹോദരൻ ഒരു ഡോക്ടറുടെ അടുക്കൽ ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുക. ആ ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ തൽക്കാലത്തേക്ക് ഒരു ചെറിയ ആശ്വാസം ലഭിക്കും, അതിനപ്പുറത്തോട്ട് പോകത്തില്ല. ഞാൻ ഈ മെസ്സേജ് എടുത്തു പറഞ്ഞു. ബുധനാഴ്ച രാത്രിയിൽ ദൈവം അദ്ദേഹത്തോട് പറഞ്ഞു: ഞാനാണ് ആസ്മ വരുത്തിയതെങ്കിൽ രാമു പൊറുപ്പിക്കുമോ? അദ്ദേഹത്തെ ചികിത്സിച്ച ഡോക്ടറുടെ പേരാണ് രാമു. ഞാനാണ് അസുഖം വരുത്തിയതെങ്കിൽ രാമു പൊറുപ്പിക്കുമോ? ആ സഹോദരൻ രാത്രിയിൽ എഴുന്നേറ്റ് മുട്ടുകുത്തി: ഇല്ല കർത്താവേ, അങ്ങ് സൗഖ്യമാക്കണം. ആ ബുധനാഴ്ച രാത്രിയിൽ സൗഖ്യമായി. എനിക്ക് ഓർമ്മയുണ്ട്. ദൈവം ചിലരോട് ഇടപെടട്ടെ. അവൻ അടിച്ചിരിക്കുന്നു, അവൻ നമ്മെ സൗഖ്യമാക്കും. അവൻ നമ്മെ അടിച്ചിരിക്കുന്നു, അവൻ മുറിവ് കെട്ടും. ഇസ്രായേലേ, നിന്റെ ദൈവമായ യഹോവയുടെ അടുക്കലേക്ക് മടങ്ങിച്ചെല്ലുക. നിന്റെ അകൃത്യ നിമിത്തമല്ലോ നീ വീണിരിക്കുന്നത്. ഇന്ന് പകൽ നമുക്ക് പറയാം: എൻ്റെ അകൃത്യ നിമിത്തമാണ് കർത്താവേ ഞാൻ വീണത്. ഞാൻ അങ്ങയുടെ അടുക്കൽ മടങ്ങി വരികയാണ്. കം, ലെറ്റ് us return unto the Lord. ഓ ഇസ്രായേൽ, return unto the Lord. യോബിൻ്റെ പുസ്തകം 5:17 മുതൽ 19 വരെയുള്ള വാക്യത്തിൽ ദൈവം ശിക്ഷിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. സർവശക്തൻ്റെ ശിക്ഷ നിരസിക്കരുത്. അവൻ മുറിക്കുകയും മുറിവ് കെട്ടുകയും ചെയ്യുന്നു. അവൻ ചതയ്ക്കുകയും തൃക്കൈ പൊറുപ്പിക്കുകയും ചെയ്യുന്നു. 6 കഷ്ടത്തിൽ നിന്ന് അവൻ എന്നെ വിടുവിക്കും. 7-ാമത്തേതിലും തിന്മ നിന്മേ തൊടുകയില്ല. ഇന്ന് ദൈവകരങ്ങളിലേക്കൊന്ന് മടങ്ങി വരുവാൻ യോബിൻ്റെ പുസ്തകം 5:17 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നത് പോലെ ദൈവം ശാസിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ചിലർക്ക് ശാസന കിട്ടിയിട്ടുണ്ടെങ്കിൽ സ്തോത്രം. കർത്താവ് ഒന്ന് വഴക്ക് പറഞ്ഞെങ്കിൽ അതിനായി നന്ദി. കർത്താവ് ദൈവം ഒന്ന് കോപിച്ചെങ്കിൽ അതിനായി നന്ദി. പണ്ട് കാലങ്ങളിൽ നാട്ടുരാജാക്കന്മാർ കേരളത്തിൻ്റെ കൊച്ചു സ്ഥാനങ്ങൾ ഭരിച്ചിരുന്നപ്പോൾ ചില രാജാക്കന്മാരെ കുളിപ്പിക്കുവാൻ അതിനുവേണ്ടി ആളുകളുണ്ട്. അവർ രാജാവിനെ നീരുറവെങ്കിലേക്ക് കൊണ്ടുപോകും. നീന്തി കുളിക്കുവാൻ താല്പര്യമുള്ള രാജാക്കന്മാരെ നീരുറവെങ്കിൽ കൊണ്ടുപോകും. എണ്ണ തേക്കും സോപ്പ് തേക്കും ബ്രാഹ്മണരാണ് കുളിപ്പിക്കേണ്ടത്. അങ്ങനെയാണ് അവരുടെ പതിവ്. ബ്രാഹ്മണർ അങ്ങനെ കുളിപ്പിക്കുന്ന കൂട്ടത്തിൽ ചില രാജാക്കന്മാർക്ക് നല്ല പിച്ചു വന്ന് കേട്ടിട്ടുണ്ട്. 4-5 പേര് ഒരുമിച്ചാണ് രാജാവിനെ കുളിപ്പിക്കുന്നത്. ആനയെ കുളിപ്പിക്കുന്ന പോലെ 4-5 പേര് ഒരുമിച്ചാണ് രാജാവിനെ കുളിപ്പിക്കുന്നത്. എണ്ണ പുരട്ടി അതിനുശേഷം താളിയിട്ടു രാജാവിനെ ഒഴുക്ക് വെള്ളത്തിൽ കുളിപ്പിക്കും, ഒഴുക്ക് നീറ്റിൽ കുളിപ്പിക്കും. ആ കൂട്ടത്തിൽ ചിലർ രാജാവിനിട്ട് ഒരു പിച്ച് വെച്ചു കൊടുക്കും. ആരാ പിച്ചതെന്ന് രാജാവിന് അറിയത്തില്ല. രാജാവിനെ ഇട്ട് കളിപ്പിക്കുക. 3-4 പേര് ഒന്നിച്ചല്ലേ കുളിപ്പിക്കുന്നത്. രാജാവ് നല്ല തെറി പറയും. പിച്ച് കിട്ടുമ്പോൾ തെറി പറയുന്ന സ്വഭാവമുള്ള രാജാവാണ്. പക്ഷെ ബ്രാഹ്മണനെ തെറി പറഞ്ഞാൽ അത് രാജാവിന് ശാപമാണ്. തൽക്കാലം ദേഷ്യം വരുമ്പോൾ തെറി പറയുമെങ്കിലും കുളി കഴിയുമ്പോൾ കുളിപ്പിച്ച ബ്രാഹ്മണർക്കെല്ലാം ഓരോ പൊന്നും നാണയം വീതം കൊടുക്കും. അപ്പോൾ ഈ പൊന്നും നാണയം അയാളുടെ നിന്ന് വാങ്ങിക്കണമെങ്കിൽ അയാളെ ഇട്ടിപ്പിച്ചണം, എങ്കിൽ മാത്രമേ അയാളുടെ നിന്ന് പൊന്നും നാണയം വരത്തുള്ളൂ. പക്ഷേ ഇങ്ങനൊരു പതിവുണ്ടായിരുന്നു. ഇവിടെ സർവശക്തൻ ഒന്ന് ശാസിച്ച് കിട്ടിയാൽ ഭാഗ്യം. അതിൻ്റെ പുറകിൽ ഒരാശ്വാസം കൂടെ ഉണ്ടായിരിക്കും. സർവശക്തൻ്റെ ശിക്ഷ നിരസിക്കരുത്. അവൻ മുറിവേൽപ്പിക്കുകയും മുറിവ് കെട്ടുകയും ചെയ്യുന്നവൻ. അവൻ ചതയ്ക്കുകയും തൃക്കൈ പൊറുപ്പിക്കുകയും ചെയ്യും. 6 കഷ്ടത്തിൽ നിന്ന് അവൻ നിന്നെ വിടുവിച്ചു. 7-ാമത്തേതിലും കൃപ നിന്നെ വിട്ടുമാറുകയില്ല. പിന്നെയും വിടുവിക്കുന്ന ദൈവത്തിൻ്റെ കരം കൂടെ ഇരിക്കും.
വസ്ത്രങ്ങളെയല്ല ഹൃദയങ്ങളെ തന്നെ കീറി നിങ്ങളുടെ ദൈവമായ യഹോവയുടെ അടുക്കലേക്ക് തിരുവീൻ. അവൻ കൃപയും കരുണയും ദീർഘക്ഷമയും മഹോദയും ഉള്ളവനല്ലോ. അവൻ അനർത്ഥത്തെക്കുറിച്ച് അനുതപിക്കുമെന്ന് യോവേലിൻ്റെ പുസ്തകം 2:13 പറയുന്നു. റിട്ടേൺ അൺടു ദ ലോർഡ്, കം ടു ദ ക്രോസ്. യേശുവിൻ്റെ ക്രൂശിലേക്ക് മടങ്ങി വരാം. വരുന്ന ആഴ്ചയിൽ തിങ്കൾ മുതൽ ശനി വരെയുള്ള ദിവസങ്ങൾ നമ്മൾ പ്രത്യേക പ്രാർത്ഥനകൾക്ക് വേണ്ടി ഇരിക്കുകയാണ്. ദൈവത്തിങ്കിലേക്ക് ഒന്നുകൂടെ മടങ്ങി വരേണ്ടതിന് വേണ്ടി തിരുമേനി അടിച്ചെങ്കിൽ തൃക്കൈ പൊറിപ്പിക്കുവാൻ, കർത്താവേ തിരുമുമ്പിൽ വന്ന് അങ്ങയുടെ തിരുമുഖപ്രസാദം അന്വേഷിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് ദൈവത്തോട് പറയുവാൻ. സെഖര്യാവിൻ്റെ പ്രവചനം 1:3 എങ്കിലേക്ക് തിരിവീനെന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. എന്നാൽ ഞാൻ നിങ്ങളുടെ അടുക്കിലേക്കും തിരിയും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. നമ്മൾ ഈ വരുന്ന ആഴ്ചയിൽ വെച്ചിരിക്കുന്ന പ്രാർത്ഥനയെക്കുറിച്ച്, ഉപവാസ പ്രാർത്ഥനയെന്ന് ഞാനതിനെ വിളിക്കുന്നില്ല, പ്രാർത്ഥന. ഉപവസിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യവും പൂർണ്ണ അവസരവുമുണ്ട്. രാവിലെ ഇവിടെ വന്നാൽ രാത്രി വരെ ഇവിടെ താമസിക്കത്തക്കവണ്ണം, രാവിലെ ഇവിടെ വന്നാൽ രാത്രിയിൽ ഒരു 9 മണി വരെ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കത്തക്കവണ്ണം സൗകര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അത്യാവശ്യത്തിന് ഭക്ഷണം കൂടെ വേണമെന്നുള്ളവർക്ക് ഉച്ചയ്ക്ക് ഒരു നേരത്തൊരു ലഘുഭക്ഷണം കൊടുക്കും. ഉച്ചയ്ക്ക് ഒരു നേരം ഒരു ലഘുഭക്ഷണം കൊടുക്കും. ഞാൻ പറഞ്ഞ ഉപവാസമല്ല, പക്ഷേ അതിൻ്റെ നടുവിൽ എനിക്ക് ഉപവസിപ്പാനാണ് താല്പര്യമെന്നുള്ളവർ ഉപവസിക്കുന്നെങ്കിൽ അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ കാത്തിരിക്കാം. വസ്ത്രങ്ങളെയല്ല ഹൃദയങ്ങളെ. ഞാൻ എൻ്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് തന്നത്, ഞാൻ ഇൻ്റർനെറ്റിലുണ്ട് എന്നെനിക്ക് നന്നായി അറിയാം, ഹാർവസ്റ്റ് ടെലിവിഷനിലുണ്ട് എന്നെനിക്ക് നന്നായി അറിയാം. ഹാർവസ്റ്റ് ടെലിവിഷൻകാരുടെ കണക്കനുസരിച്ച് 5.3 മില്യൺ 53 ലക്ഷം ആളുകളാണ് ഇത് കേൾക്കുന്നത്. ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ഹാർവസ്റ്റ് ടെലിവിഷൻ എനിക്ക് തന്നിരിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് 5.3 മില്യൺ, അതായത് 53 ലക്ഷം ആളുകളാണ് ഇന്ന് രാവിലത്തെ മെസ്സേജ് കേൾക്കുന്നത്. ഇന്ന് ഞാൻ എല്ലാവരുടെ മുമ്പിൽ പരസ്യമായി പറയുന്നത് എന്തിന്? സഭയ്ക്ക് ഒരു കഷ്ടകാലം വരാൻ പോകുകയാണ്. ബഥേലിനെന്നല്ല ഞാൻ പറഞ്ഞത്, ഭാരതീയ ദൈവസഭയ്ക്ക് ഒരു കഷ്ടകാലം മുൻപിലുണ്ട്. ആ കഷ്ടകാലത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ കാലങ്ങൾക്ക് മുന്നേ മുതൽ ബഥേലിനോടുള്ള ഒരു വാഗ്ദത്തമാണ്, നിങ്ങളതിൻ്റെ കഠിന ശോധനയിൽ പോകത്തില്ല. കാര്യം അതിനകത്തുനിന്ന് രക്ഷപ്പെടുവാൻ പ്രാർത്ഥിച്ചും ഉപവസിച്ചും നിങ്ങൾ ദൈവസന്നിധിയിൽ ഇരിക്കുന്നതിനാൽ ബഥേൽ അതിൻ്റെ കാഠിന്യത്തിലൂടെ പോകത്തില്ല. ആ ദൈവിക വാഗ്ദത്തം ദൈവത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ദൈവത്തിങ്കിൽ നിന്നൊരു കരുണ ലഭിക്കേണ്ടതിന്, വസ്ത്രങ്ങളെ എല്ലാ ഹൃദയങ്ങളെ തന്നെ കീറിക്കൊണ്ട് ദൈവത്തിങ്കിലേക്ക് അടുക്കേണ്ടതിന്, അതിനു വേണ്ടിയാണ് ഈ ദിവസങ്ങളിൽ ഒരാഴ്ചത്തെ പ്രത്യേക പ്രാർത്ഥനകൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഈ വർഷത്തെ ഉപവാസ പ്രാർത്ഥന 21 ദിവസമായിരിക്കില്ല. ഈ വർഷത്തെ ഉപവാസ പ്രാർത്ഥന 40 ദിവസമായിരിക്കും. ഇതൊക്കെ ക്രമീകരിക്കുവാനുള്ള പ്രത്യേക കാരണങ്ങൾ വരുവാനുള്ള വലിയ അനർത്ഥത്തിൽ നിന്നും ഭാരതീയ സഭയെ ദൈവം വിടുവിക്കേണ്ടതിനാണ്. ഒന്നാമത് ബഥേലിനെ ദൈവം വിടുവിക്കേണ്ടതിനാണ്. എങ്കിലേക്ക് തിരിവീൻ എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. എന്നാൽ ഞാൻ നിങ്ങളുടെ അടുക്കിലേക്കും തിരിയും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. ഇന്ന് പകൽ ദൈവത്തിലേക്ക് തിരിയുവാൻ താല്പര്യപ്പെടുന്നവർക്കായി എൻ്റെ കർത്താവിനെ സ്തുതിക്കുക. ഞാൻ ഒരാഴ്ചത്തെ പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞതുകൊണ്ട് പരസ്യമായി ഒരു കാര്യം കൂടെ ഓർപ്പിക്കട്ടെ. എല്ലാ ദിവസവും രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെയുള്ള ദിവസങ്ങളിൽ ഞാൻ ഉണ്ടെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കും. എനിക്ക് കിടപ്പായി പോയെങ്കിൽ, ആരോഗ്യമില്ലാതെ പോയെങ്കിൽ, ഇത്രയും വലിയൊരു സഭയെ, ഇത്രയും ശുശ്രൂഷകന്മാരുള്ള ഒരു സഭയെ ദൈവം ഇവിടെ ആക്കിയതിനാൽ ആരെങ്കിലുമൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ദൈവം യഥാവാനാണ്, ഗതിഭേദത്താൽ ആച്ഛാദനം വരാത്തവനാണ്. രോഗികൾ സൗഖ്യമായിക്കൊണ്ടിരിക്കും, വിടുതലുകൾ നടന്നുകൊണ്ടിരിക്കും. ചർച്ച് മെമ്പേഴ്സ് മാത്രമല്ല, വരുവാൻ ആഗ്രഹിക്കുന്ന ആർക്കും വരാം. ഇന്ന് ഈ ദിവസങ്ങളിൽ തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെയുള്ള ദിവസങ്ങളിൽ രാവിലത്തെ സെക്ഷനിൽ അല്ലെങ്കിൽ വൈകിട്ടത്തെ സെക്ഷനിൽ ഏതെങ്കിലും ഒരു സെക്ഷനിൽ എങ്കിലും എല്ലാ ദിവസവും രോഗികൾക്കും വിടുതലുകൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ദൈവം ഏതോ ഒരു സന്ദേശം എൻ്റെ കയ്യിൽ തരാനുണ്ട്. ആ സന്ദേശവും പ്രസംഗിക്കപ്പെടുന്നതായിരിക്കും. ഞാൻ ഈ 2 വാക്യങ്ങൾ ഒന്നുകൂടെ വായിക്കട്ടെ. യോവേൽ 2:13 വസ്ത്രങ്ങളെയല്ല ഹൃദയങ്ങളെ തന്നെ കീറി നിങ്ങളുടെ ദൈവമായ യഹോവയുടെ അടുക്കിലേക്ക് തിരിവീൻ. അവൻ കൃപയും കരുണയും ദീർഘക്ഷമയും മഹോദയും ഉള്ളവനല്ലോ. അവൻ അനർത്ഥത്തെക്കുറിച്ച് അനുതപിക്കും. സെഖര്യാ 1:3 എങ്കിലേക്ക് തിരിവീൻ എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. എന്നാൽ ഞാൻ നിങ്ങളുടെ അടുക്കിലേക്ക് തിരിയുമെന്നും സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. കം ബാക്ക് ടു ദ ക്രോസ്, റിട്ടേൺ അൺടു ദ ലോർഡ്. കർത്താവിൻ്റെ ക്രൂശെങ്കിലേക്കൊന്ന് മടങ്ങി വരാം, ദൈവത്തിങ്കിലേക്ക് തിരിയാം. ഈ ആഹ്വാനമാണ് ഇന്ന് സഭയ്ക്ക് തരുവാനുള്ളത്. മടങ്ങിച്ചെല്ലുക. ഹോശയ 14:1-2 വാക്യങ്ങളിൽ, ഇസ്രായേലേ നിന്റെ ദൈവമായ യഹോവയുടെ അടുക്കിലേക്ക് മടങ്ങിച്ചെല്ലുക. നിന്റെ അകൃത്യ നിമിത്തമല്ലോ നീ വീണിരിക്കുന്നത്. നിങ്ങൾ അനുതാപവാക്യങ്ങളോടുകൂടെ യഹോവയുടെ അടുക്കൽ മടങ്ങി വന്ന് അവനോട് സകല അകൃത്യത്തെയും ക്ഷമിച്ച് ഞങ്ങളെ കൃപയോടെ കൈക്കൊള്ളണമേ. എന്നാൽ ഞങ്ങൾ ഞങ്ങളുടെ അധരാർപ്പണങ്ങളായ കാളകളെ അർപ്പിക്കുമെന്ന് പറയുക. കർത്താവേ, ഞങ്ങൾ അങ്ങയുടെ അടുക്കൽ മടങ്ങി വരികയാണ്. സകല അകൃത്യത്തെക്കുറിച്ചും ഞങ്ങൾക്ക് ബോധം വരുത്തി
ഞങ്ങളുടെ അകൃത്യങ്ങളെ, അരുതാത്തത് ചെയ്യുന്നതിനെയാണ് അകൃത്യമെന്ന് പറയുന്നത്. പരിധി കടന്നു പോകുക, ദൈവപ്രമാണത്തിനപ്പുറത്ത് പോകുക, അമാർട്ടിയ എന്നതിനെ വിളിക്കും. ഞങ്ങളുടെ അധരാർപ്പണങ്ങളായ കാളകളെ ഞങ്ങൾ അർപ്പിക്കുവാൻ, ഞങ്ങൾ ഇന്ന് യാഗം കഴിക്കുവാൻ ദൈവസന്നിധിയിൽ വരുന്നത് കാളകളെ കൊണ്ടല്ല, ഞങ്ങളുടെ അധരാർപ്പണമായ സ്തോത്രയാഗം കൊണ്ട് കർത്താവ് എന്നെ സൗഖ്യമാക്കി എന്ന് കാണുമ്പോൾ ഉറക്ക സ്തോത്രം പറയുന്ന പ്രത്യേകത, ഒരു പ്രശ്നത്തിൽ നിന്നൊരു വിടുതൽ ലഭിച്ചു എന്ന് കാണുമ്പോൾ ഉറക്കെ ഒരു ഹല്ലേലൂയ പറയുന്ന എൻ്റെ അധരാർപ്പണമായ കാളകൾ, കൂറ്റൻ കാളകൾ പോലെ ശക്തിയുള്ള സ്തോത്രങ്ങൾ തിരുമുമ്പിൽ ഉയരത്തക്കവണ്ണം. പ്രൈസ് ദി ലോർഡ്. ഒരു അത്ഭുത രോഗസൗഖ്യം നടക്കുമ്പോൾ, ഞാൻ കഴിഞ്ഞ ഒരു 10-12 ദിവസം വിദേശത്തായിരുന്നു. ചുരുക്കം ചില അത്ഭുത രോഗസൗഖ്യങ്ങൾ ഞാൻ കണ്ടു. കണ്ണിന് കാഴ്ച കുറവുണ്ടായിരുന്ന കുഞ്ഞുങ്ങളുടെ കണ്ണാടികൾ എടുത്തേച്ച് അവർ നന്നായി വായിക്കുന്നത് ഞാൻ കണ്ടു. അവർ വായിക്കുമ്പോൾ അവിടെയുള്ള നൃത്തം ഞാൻ ശ്രദ്ധിച്ചു. അവിടെ ഉണ്ടായിരുന്ന ആളുകളുടെ സന്തോഷ പ്രകടനങ്ങൾ ഞാൻ കണ്ടു. കർത്താവേ, ഞങ്ങൾ ചുമ്മാ അതൊരു സ്തോത്രം പറയുകയല്ല, ഞങ്ങളുടെ ആധരാർപ്പണങ്ങൾ കാളകൾ ശബ്ദിക്കുന്നത് പോലെ, ബഹളം വെക്കുന്നത് പോലെ ഞങ്ങളങ്ങടെ മുമ്പിൽ കഴിക്കേണ്ടതിന് കർത്താവേ കൃപയോടെ ഞങ്ങളെ കൈക്കൊള്ളണമേ. അതേ കർത്താവ് കൈക്കൊള്ളുന്ന ദിവസങ്ങളായിരിക്കും. ദൈവസന്നിധിയിലേക്ക് നമുക്ക് വരാം. ഓ ഇസ്രായേൽ, റിട്ടേൺ ടു മീ ദൈ ഗോഡ്. ദൈവത്തെങ്കിലേക്കൊന്ന് ഏറ്റു പറയാം. ഹോശയ 5:15 അവർ കുറ്റം ഏറ്റുപറഞ്ഞ് എൻ്റെ മുഖം അന്വേഷിക്കുവോളം ഞാൻ മടങ്ങിപ്പോയി എൻ്റെ സ്ഥലത്തിരിക്കും. കഷ്ടതയിൽ അവരെന്നെ ജാഗ്രതയോടെ അന്വേഷിക്കും. കഴിഞ്ഞ മാസത്തെ ഉപവാസ പ്രാർത്ഥനയിലും ഇതേ കാര്യം തന്നെ ഞാൻ എടുത്തു പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് പ്രൊജക്റ്റ് ചെയ്തില്ലെന്ന് മാത്രം. അവർ കുറ്റം ഏറ്റുപറഞ്ഞ് എൻ്റെ മുഖം അന്വേഷിക്കുവോളം ഞാൻ മടങ്ങിപ്പോയി എൻ്റെ സ്ഥലത്തിരിക്കും. കഷ്ടതയിൽ അവരെന്നെ ജാഗ്രതയോടെ അന്വേഷിക്കും. പലപ്പോഴും പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയില്ല. പലപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചിട്ടും ദൈവം കേട്ടില്ല. ദൈവം മടങ്ങിപ്പോയി എൻ്റെ സ്ഥലത്തിരിക്കുകയാണ്. എന്തുകൊണ്ട് എന്ന് ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി, അവർ കുറ്റം ഏറ്റുപറഞ്ഞ് എൻ്റെ മുഖം അന്വേഷിക്കുവോളം ഞാൻ മടങ്ങിപ്പോയി എൻ്റെ സ്ഥലത്തിരിക്കും. അവരെൻ്റെ അടുക്കൽ വന്ന് കുറ്റമേറ്റു പറയുകയെന്നല്ല, എൻ്റെ മുഖം അന്വേഷിക്കുക. എന്താണ് ആ പദത്തിൻ്റെ അർത്ഥം? അന്നെൻ്റെ അടുക്കലേക്ക് തിരിഞ്ഞൊന്ന് ചിരിക്കുന്നത്. ചില സമയത്ത് കുഞ്ഞുങ്ങൾ വഴക്കുണ്ടാക്കും. കുഞ്ഞുങ്ങളോട് പിണങ്ങിയതുപോലെ നമ്മൾ മാറിയിരുന്നെന്ന് വരും. ആ കുഞ്ഞു മുന്നിൽ വന്ന് പല പ്രാവശ്യം നമ്മുടെ ശ്രദ്ധ ആകർഷിക്കുമ്പോൾ ഒരു പ്രാവശ്യം ആ കുഞ്ഞിനോട് ക്ഷമിച്ചുകൊണ്ട് അതിനെ അരികിൽ വിളിച്ചൊന്ന് ചിരിച്ചു കാണിക്കുമ്പോൾ ആ കുഞ്ഞിൻ്റെ ഒരു ആഹ്ലാദം കാണണം. ഈ ചിരിയെയാണ് മുഖമന്വേഷിക്കുക എന്ന പദം കൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത്. അവരെൻ്റെ മുഖം അന്വേഷിക്കട്ടെ, എൻ്റെ പ്രസാദം അവരൊന്ന് അനുഭവിക്കട്ടെ. ഇന്ന് പകൽ നമുക്കൊരു തീരുമാനമെടുക്കാം. അതേ കർത്താവേ, ഞങ്ങൾ അങ്ങയുടെ അടുക്കലേക്ക് മടങ്ങി വരികയാ. സങ്കീർത്തനങ്ങൾ 50:15 കഷ്ടകാലത്തിനെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിന്നെ വിടുവിക്കുകയും നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. ദയവായി സങ്കീർത്തനങ്ങൾ 50:15 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ ആരെങ്കിലും ഒരാൾ ശബ്ദമുയർത്തി വായിച്ചെങ്കിൽ ഉപകാരമായിരുന്നു. സങ്കീർത്തനങ്ങൾ 50:15 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ ആരെങ്കിലും ശബ്ദമുയർത്തി വായിച്ചെങ്കിൽ നന്നായിരുന്നു. കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിന്നെ വിടുവിക്കുകയും നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. എന്നാൽ ദുഷ്ടനോട് ദൈവം അരുളി ചെയ്യുന്നു, നീ എൻ്റെ ചട്ടങ്ങളെ അറിയിപ്പാനും എൻ്റെ നിയമത്തെ നിന്റെ വായിൽ എടുപ്പാനും നിനക്കെന്ത് കാര്യം? നീ ശാസനയെ വെറുത്ത് എൻ്റെ വചനങ്ങളെ നിന്റെ പുറകിൽ എറിഞ്ഞു കളയുന്നുവല്ലോ. കള്ളനെ കണ്ടാൽ നീ അവന് അനുകൂലപ്പെടുന്നു, വ്യഭിചാരികളോട് നീ പങ്കുകൂടുന്നു. നിന്റെ വായ് നീ ദോഷത്തിന് വിട്ടുകൊടുക്കുന്നു, നിന്റെ നാവ് വഞ്ചന പിണയ്ക്കുന്നു. നീ ഇരുന്നു നിന്റെ സഹോദരന് വിരോധമായി സംസാരിക്കുന്നു, നിന്റെ അമ്മയുടെ മകനെക്കുറിച്ച് അപവാദം പറയുന്നു. മതി. 2 തരത്തിലുള്ള ആളുകളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഒന്ന്, കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്ക്, ഞാൻ നിനക്ക് ഉത്തരമരുളും. എന്നെ വിളിച്ചപേക്ഷിക്ക്, ആത്മാർത്ഥതയോടെ എൻ്റെ അടുക്കൽ വാ. എൻ്റെ മുഖപ്രസാദം തേടേണ്ടതിന് എൻ്റെ അടുക്കൽ വാ. എനിക്ക് ഇവിടെ മൂക്കും അവിടെ മൂക്കുമെന്ന് പറഞ്ഞ് നടക്കുന്നവൻ്റെ പ്രാർത്ഥന കേൾക്കുമെന്നല്ല പറഞ്ഞത്. നീ എൻ്റെ അടുക്കൽ വരുമ്പോൾ തന്നെ, നീ എന്നോട് വൃഥ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നിന്റെ കുറവുകളെ നീ കാണുന്നില്ല. നീ നിന്റെ സഹോദരന് വിരോധമായി അവന് പ്രതികൂലമായി സംസാരിക്കുകയാണ്. കള്ളനെ കണ്ടാൽ നീ അവനോട് കൂട്ടുകൂടുകയാണ്. എനിക്ക് ലോകത്തിൽ എല്ലാവരെയും വേണം, ആരെയും വെറുപ്പിക്കണ്ട എന്ന് പറഞ്ഞ് ഒരു പൊതുമനുഷ്യനായി നടക്കുന്നവനോട് സ്വർഗത്തിലെ ദൈവത്തിന് പറവാനുള്ളത്, എൻ്റെ വചനം നിൻ്റെ വായിലെടുക്കുവാനും എൻ്റെ വാക്യങ്ങൾ കോട്ട് ചെയ്യുവാനും നിന്നെ ആരധികാരപ്പെടുത്തി? നീ സംസാരിക്കുന്ന സുവിശേഷ നിമിത്തം നീ ന്യായം വിധിക്കപ്പെടും. നിന്നെ എനിക്ക് ആവശ്യമില്ല. എന്നാൽ അനുതാപഹൃദയത്തോടെ ദൈവസന്നിധിയിൽ വരുന്ന ദൈവ പൈതലേ, നമ്മുടെ പ്രാർത്ഥന കേൾക്കുവാൻ സ്വർഗം തയ്യാറായിരിക്കും.
നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ നമുക്ക് ദൈവസന്നിധിയിൽ വരാം. ദൈവം ആഗ്രഹിക്കുന്ന വിശുദ്ധിയും വേർപാടും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് കൃപ തരട്ടെ. അവർ തങ്ങളുടെ അകൃത്യം, തങ്ങളുടെ പിതാക്കന്മാരുടെ അകൃത്യവും അവരെന്നോട് ദ്രോഹിച്ച ദ്രോഹവും അവരെനിക്ക് വിരോധമായി നടന്നതുകൊണ്ട് ഞാനും അവർക്ക് വിരോധമായി നടന്ന് അവരെ ശത്രുക്കളുടെ ദേശത്ത് വരുത്തിയും ഏറ്റുപറയുകയും അവരുടെ പരിച്ഛേദനയില്ലാത്ത ഹൃദയം അപ്പോൾ താഴുകയും അവർ തങ്ങളുടെ അകൃത്യത്തിനുള്ള ശിക്ഷ അനുഭവിക്കുകയും ചെയ്താൽ. ലേവ്യ പുസ്തകം 26-40-41 വാക്യങ്ങളിൽ വിടുതലിൻ്റെ മാർഗങ്ങളെക്കുറിച്ചാണ് പ്രസ്താവിക്കുന്നത്. അവർ തങ്ങളുടെ അകൃത്യവും തങ്ങളുടെ പിതാക്കന്മാരുടെ അകൃത്യവും അവരെന്നോട് ദ്രോഹിച്ച ദ്രോഹവും അവരെനിക്ക് വിരോധമായി നടന്നതും കൊണ്ട് അവരുടെ കയ്യിൽ നിന്ന് 3-4 തെറ്റുകൾ സംഭവിച്ചു. ഒന്നവർ തങ്ങളുടെ അകൃത്യങ്ങൾ തുടർന്ന് കൊണ്ടു നടന്നു. 2 തങ്ങളുടെ പിതാക്കന്മാരുടെ അകൃത്യം അവർ കൊണ്ടു നടന്നു. 3 അവരെന്നെ ദ്രോഹിച്ചു. ആ ദ്രോഹവും അവരെനിക്ക് വിരോധമായി നടന്നു. ആ നടന്നതും കൊണ്ട് ഞാനും അവർക്ക് വിരോധമായി നടക്കും. ഞാനും അവരുടെ അവരെ ശത്രുക്കളുടെ ദേശത്ത് വരുത്തിയതും ഏറ്റുപറയുകയും അവരുടെ പരിച്ഛേദനയില്ലാത്ത ഹൃദയം അപ്പോൾ താഴുകയും അവർ തങ്ങളുടെ അകൃത്യത്തിനുള്ള ശിക്ഷ അനുഭവിക്കുകയും ചെയ്താൽ. ദൈവത്തെങ്കിൽ നിന്ന് ശിക്ഷ ഏറ്റുവാങ്ങി അനുഭവിച്ചാൽ ഇതിനകത്തിരിക്കുന്ന ചിലർ ദൈവത്തെങ്കിൽ നിന്ന് ശിക്ഷ വാങ്ങിയവരാണ്. ഇന്ന് പകൽക്കാലം ഞാൻ പറഞ്ഞല്ലോ 53 ലക്ഷത്തോളം ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകളെന്ന് എൻ്റെ ലാംഗ്വേജിൽ ചുരുക്കട്ടെ. എനിക്ക് കിട്ടിയ റിപ്പോർട്ടാണ് ഞാൻ പറഞ്ഞത്, അല്ലെങ്കിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന റിപ്പോർട്ട്. എൻ്റെ ഭാഷയിൽ ലക്ഷക്കണക്കിന് ആളുകൾ ശ്രദ്ധിക്കുന്നതിൻ്റെ നടുവിൽ ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞ പലരുമുണ്ട്. ഇന്ന് പകൽ അവർക്കൊരു വിടുതൽ കൊടുക്കുവാൻ, കർത്താവേ ശിക്ഷ ഇളവ് ചെയ്തു തരണമേ എന്ന് ദൈവത്തോട് പറയുവാൻ, അനുതാപ ഹൃദയത്തോട് ദൈവത്തോട് അടുക്കുവാൻ, അവരുടെ പരിച്ഛേദന ഇല്ലാത്ത ഹൃദയം, വേർപാടില്ലാത്ത ഹൃദയത്തിൻ്റെ നിരൂപണങ്ങൾ മനുഷ്യനുള്ളത്. നാവിൻ്റെ ഉത്തരമോ യഹോവയിൽ നിന്ന് വരുന്നു എന്നൊരു വാക്യം എക്സ്ക്യൂസ് പറയാനുണ്ട്. എന്നാൽ വേണ്ടാത്തതെല്ലാം ഹൃദയത്തിൽ ചിന്തിച്ചുകൊണ്ട് വേർപാടില്ലാത്ത ഹൃദയം, പരിച്ഛേദനയില്ലാത്ത ഹൃദയം, തോന്നിയതെല്ലാം ചിന്തിച്ചുകൊണ്ട് നടക്കുന്നപ്പോൾ ഇന്നൊന്ന് മാനസാന്തരപ്പെടുവാൻ ദൈവസന്നിധിയിൽ തയ്യാറാകുമെങ്കിൽ, ഈ ദിവസങ്ങളിൽ മാനസാന്തരം ആവശ്യമുള്ളവർ മാനസാന്തരത്തോടെ മടങ്ങി വരുവാൻ തയ്യാറാകുമെങ്കിൽ, തങ്ങളുടെ അകൃത്യത്തിൽ നിന്നുള്ള ശിക്ഷ അനുഭവിക്കുകയും ചെയ്താൽ എനിക്കവരെ ക്ഷമിക്കുവാനുണ്ട്. യെശയ്യാവ് 1-3-4 വാക്യങ്ങളിൽ കാള തൻ്റെ ഉടയവനെയും കഴുത തൻ്റെ യജമാനൻ്റെ പുൽത്തൊട്ടിയെയും അറിയുന്നു, ഇസ്രായേലോ അറിയുന്നില്ല, എൻ്റെ ജനം ഗ്രഹിക്കുന്നതുമില്ല. അയ്യോ പാപമുള്ള ഒരു ജാതി, അകൃത്യഭാരം ചുമക്കുന്ന ജനം, ദുഷ്പ്രവർത്തിക്കാരുടെ സന്തതി, വഷളായി നടക്കുന്ന മക്കൾ, അവർ യഹോവയെ ഉപേക്ഷിച്ച് ഇസ്രായേലിൻ്റെ പരിശുദ്ധനെ നിരസിച്ച് പുറകോട്ട് മാറിക്കളഞ്ഞിരിക്കുന്നു. ഇന്ന് പകൽ ദൈവത്തോട് അടുത്തു വരുവാൻ ഒരു പ്രാവശ്യം കൂടെ ഒരു ആഹ്വാനം പരിശുദ്ധാത്മാവ് നമുക്ക് തരികയാണ്. കാള തൻ്റെ ഉടയവനെ അറിയുന്നുണ്ട്, കഴുത തൻ്റെ യജമാനൻ്റെ പുൽത്തൊട്ടിയെ അറിയുന്നുണ്ട്. ഇന്ന് പകൽക്കാലം നമ്മുടെ പുൽത്തൊട്ടി എവിടെ നിന്നാണ് നാം ഭക്ഷിക്കുന്നത്? ഏത് ദൈവസഭയിലും, വ്യവസ്ഥാമിതമായി ജീവിക്കുന്ന ഏതു ദൈവസഭയിലും ആരെങ്കിലും ശുശ്രൂഷകന്മാരെ സഭയിലോ സഭാപരിധിയിലോ വിളിക്കുന്നതിന് മുന്നമേ അവരുടെ ഉപദേശം എന്ത് എന്ന് ആരാഞ്ഞറിയുന്ന പതിവുണ്ട്. എല്ലാ ഉപദേശങ്ങൾ പറയുന്നവരെയും ഒരു ദൈവസഭയിൽ അംഗീകാരത്തിന് യോഗ്യരല്ല, എല്ലാവരെയും അംഗീകരിക്കുകയില്ല. അതുകൊണ്ട് തന്നെ നമ്മളും പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ആരെയെങ്കിലും അതിഥികളെ വിളിക്കുന്നെങ്കിൽ സഭ അറിയാതെ വിളിക്കരുത്. കാരണം അവരുടെ ഉപദേശം എന്ത് എന്നറിയണം. വ്യാജം പറയുന്നവരുണ്ട്, വേണ്ടാധീനം പറയുന്നവരുണ്ട്. കർത്താവേ, ദൈവത്തിന് ഹിതകരമായി ഇത് പറയുവാൻ, യജമാനൻ്റെ പുൽത്തൊട്ടി തിരിച്ചറിയുവാൻ, അന്യൻ്റെ പുൽത്തൊട്ടിയിൽ പോയി തിന്ന് ദോഷം വരുത്താതിരിക്കുവാൻ, വിഷമുണ്ടാകാതെ ഇരിക്കുവാൻ കൃപ തരണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് കാളതൻ്റെ ഉടയവനെ തിരിച്ചറിയുവാൻ നമുക്ക് കഴിയണം. യജമാനൻ്റെ പുൽത്തൊട്ടി തിരിച്ചറിയുവാൻ കഴിയണം. അന്യായമായ ഇതിൽ പോകാതെ വണ്ണം ദൈവഹിതമായി ഇതിൽ നിലനിൽക്കേണ്ടതിന് സ്വർഗത്തിലെ ദൈവം നമ്മെ നടത്തട്ടെ. അതിന് നമുക്ക് കഴിയണം. യെശയ്യാവ് 1-3-4 വാക്യങ്ങളാണത്. എൻ്റെ ജനം 2 ദോഷം ചെയ്തിരിക്കുന്നു. യെരമ്യാവ് 2:13 ജീവജലത്തിൻ്റെ ഉറവയായി എന്നെ ഉപേക്ഷിച്ച ചരിത്രമാണ്. എൻ്റെ ജനം 2 ദോഷം ചെയ്തിരിക്കുന്നു. അവർ ജീവജലത്തിൻ്റെ ഉറവയായി എന്നെ ഉപേക്ഷിച്ചു. വെള്ളമില്ലാത്ത കിണറുകളെ, പൊട്ടക്കിണറുകളെ തന്നെ കുഴിച്ചിരിക്കുന്നു. എനിക്കൊന്ന് ബിഷപ്പ് ടി.ഡി. ജെയ്ക്സിൻ്റെ ചർച്ചിൽ വെച്ചിരിക്കുന്ന പടത്തോട് ബന്ധമുള്ള ഒരു പടമാണിത്. അവിടുന്ന് കോപ്പി ചെയ്തതല്ല. ബിഷപ്പ് ടി.ഡി. ജെയ്ക്സിൻ്റെ ചർച്ചിനകത്ത് പരസ്യമായി വെച്ചിരിക്കുന്ന അവരുടെ സ്റ്റേജിൽ പ്രൊജക്റ്റാണോ വരച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു. പടങ്ങളിൽ ഒന്നാണിത്. അതിനോട് സാമ്യമുള്ളതാണ് ഒരു പൊട്ടിയ പാത്രത്തിൽ നിന്ന് വെള്ളം ചോർന്നൊഴുകുന്നത്. അനേകരുടെ പാത്രങ്ങൾ പൊട്ടിയതാണ്.
വെള്ളം ഒഴിച്ച് നിറച്ചാലും ഒക്കത്തില്ല. ഈ മാസത്തെ ചിലവിന് പൈസ ഇല്ല. ആരെങ്കിലും 1000 രൂപ തരുമെന്ന് കണ്ടാൽ വേറൊരു മാർഗത്തിലൂടെ അത് പോകുകയാ. ഇന്നൊരു സമാധാനത്തിൻ്റെ മാർഗമില്ല. ആരെങ്കിലും ഒരാൾ സമാധാനം പറയുവാൻ വന്നാൽ ആ വ്യക്തി പോലും സമാധാനം തരുവാൻ കഴിയാതെ പോകുകയാ. പൊട്ടി ഒഴുകുന്ന പാത്രം പോലെ, ചോർന്നൊഴുകുന്ന പാത്രം പോലെ ഇരിക്കുന്ന ചിലരെ കർത്താവിൻ്റെ കൃപയിലേക്ക് അടുപ്പിക്കുവാൻ സഭയ്ക്ക് ബേഥേലിന് ദൈവം കൃപ തന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇവിടെ വന്ന അനേകർ 1, 2, 3, 4, 10, 100, 1000 അല്ല, അതിലധികം ആളുകൾ എന്നോട് പറയാറുണ്ട്, എൻ്റെ ജീവിതം മാറിയത് ബേഥേലിൽ വന്നിട്ടാ. ബേഥേലിൽ വന്ന് ഞാൻ അനുഗ്രഹിക്കപ്പെട്ടു. ഞാൻ അവരോട് തിരിച്ചു പറയാറുണ്ട്, എൻ്റെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ടത് ബേഥേലിൽ വന്നിട്ടാ. എൻ്റെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ടു. ചോർന്നൊഴുകുന്ന അനേക പാത്രങ്ങളെ കുശവൻ്റെ കാര്യങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്താൽ തനിക്ക് ഇഷ്ടമുള്ളതുപോലെ മറ്റൊരു രൂപത്തിലാക്കി പണിയുവാൻ കഴിയുന്ന യജമാനൻ്റെ കയ്യിലേക്ക് ഏൽപ്പിക്കാം. എൻ്റെ ജനം 2 ദോഷം ചെയ്തിരിക്കുന്നു. അവർ ജീവജലത്തിൻ്റെ ഉറവയായി എന്നെ ഉപേക്ഷിച്ചു. കിണറുകളെ, പൊട്ടക്കിണറുകളെ തന്നെ കുഴിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ സന്നിധിയിലേക്കൊന്ന് മടങ്ങി വരുവാൻ, ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് പ്രാപിക്കുവാൻ നാം വീണ്ടും അനുതാപത്തോടെ ദൈവത്തോട് അടുക്കുന്ന ഒരാഴ്ചയാണ് ഈ ആഴ്ചയെന്ന് ഞാൻ കർത്താവിൽ ഓർമ്മിപ്പിക്കട്ടെ. അയ്യോ, ഞാൻ എന്ത് ചെയ്തു പോയി എന്ന് പറഞ്ഞ ആരും എൻ്റെ ദുഷ്ടതയെക്കുറിച്ച് അനുദപിച്ചില്ല. കുതിരവടയ്ക്ക് പായുന്നത് പോലെ ഓരോരുത്തൻ താൻ്റെ വഴിക്ക് തിരിയുന്നു. ആകാശത്തിലെ പെരിഞ്ഞാറ് തൻ്റെ കാലം അറിയുന്നു. പ്രാവും മീവൽപക്ഷിയും കൊക്കും മടങ്ങി വരവിനുള്ള സമയവും അനുസരിക്കുന്നു. എൻ്റെ ജനമോ യഹോവയുടെ ന്യായം അറിയുന്നില്ല. ദൈവത്തിനൊരു സീസൺ ഉണ്ട്, എല്ലാറ്റിനും ഒരു കാലം. മടങ്ങി വരവിനൊരു കാലം വെച്ചിരിക്കുന്ന ദൈവം. ഇന്ന് എന്നെ ശ്രദ്ധിക്കുന്ന അനേക പ്രിയപ്പെട്ടവർ, ബാംഗ്ലൂർ പട്ടണത്തിൽ ബേഥേലിൻ്റെ പരിസരങ്ങളിലുള്ളവർ, ദൈവത്തിലേക്ക് അടുത്തു വരുവാൻ താല്പര്യമുള്ളവർ, വി വെൽക്കം യു. വരുന്നൊരാഴ്ചക്കാലം വരാം, പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ചിരിക്കാം. അയ്യോ, ഞാൻ എന്ത് ചെയ്തു പോയി എന്ന് പറഞ്ഞ് ആരും നിൻ്റെ ദുഷ്ടതയെക്കുറിച്ച് അനുദപിച്ചില്ല. കുതിരപടയ്ക്ക് പായുന്നത് പോലെ ഓരോരുത്തൻ താൻ്റെ വഴിക്ക് തിരിയുന്നു. ആകാശത്തിലെ പെരിഞ്ഞാറ തൻ്റെ കാലം അറിയുന്നു. ഇന്ന് രാത്രിയിൽ എൻ്റെ കാലം അറിയുവാൻ, നമ്മുടെ കാലം അറിയുവാൻ നമുക്ക് കൃപ തന്നെങ്കിൽ കൊള്ളായിരുന്നു. പ്രാവും മീവൽപക്ഷിയും കൊക്കും മടങ്ങി വരവിനുള്ള സമയം അനുസരിക്കുന്നു. എൻ്റെ ജനമോ യഹോവയുടെ ന്യായം അറിയുന്നില്ല. ഞാനിവിടെ മുമ്പ് പറഞ്ഞിട്ടുള്ള ഉദാഹരണങ്ങളുണ്ട്. ന്യൂസിലൻഡിൽ പോയി ചില ദിവസങ്ങൾ പാർക്കുവാൻ ദൈവം എനിക്ക് കൃപ തന്നിട്ടുണ്ട്. ന്യൂസിലൻഡിൽ വിൻ്റർ സീസൺ ആരംഭിച്ചു കഴിഞ്ഞാൽ ആ കൊടും വിൻ്ററിൽ പക്ഷികൾക്ക് പറക്കുവാൻ പോലും പ്രയാസമാണ്. പക്ഷെ സമ്മറാകുമ്പോൾ അവിടെ വരുന്ന ഫീജി ഐലൻഡിൽ അവിടെ വരുന്ന കുറേ പക്ഷികളുണ്ട്, സീസണൽ ബേർഡ്സ്. അതവിടെ വന്ന് താമസിക്കും. വിൻ്റർ അടുക്കുമ്പോൾ അത് ഫീജി ഐലൻഡിലേക്ക് പറന്നു പോകും. വിൻ്റർ ആരംഭിച്ചാൽ പിന്നെ അതിന് ജീവിക്കാൻ ഒക്കത്തില്ല. പക്ഷെ ഫീജി ഐലൻഡിനെ സാഹചര്യത്തിൽ മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വിരിച്ചു വളർത്തുവാൻ പ്രയാസമാകയാൽ ഈ സീസണൽ ബേർഡ്സ്, ഇവിടുത്തെ ഭാഷയിൽ പെരിഞ്ഞാറയും പ്രാവും മീവൽപക്ഷിയും കൊക്കും, എനിക്ക് കൊക്കിനെയും പ്രാവിനെയും മാത്രമേ അവിടെ കണ്ട ഓർമ്മയുള്ളൂ. മീവൽപക്ഷിയും കൊക്കും പ്രാവും എന്നിങ്ങനെ അവരുടെ മടങ്ങി വരവിനുള്ള സമയം അനുസരിക്കുന്നു. ഒരിക്കൽ ഞാനിവിടെ ചെല്ലുന്നത് വിൻ്റർ സീസണിലാണ്. ആ വിൻ്റർ സീസണിൽ ഇവയ്ക്ക് പറക്കാൻ ഒക്കത്തില്ല. ചില താറാവുകൾ അല്ലെങ്കിൽ ചില കൊക്കുകൾ, ചില പക്ഷികൾ, വലിപ്പമുള്ള പക്ഷികളാണ്, അതുവഴിയൊക്കെ ചുറ്റിക്കറങ്ങുന്നത് കാണാം. രാജ്യത്തിൻ്റെ നിയമം അനുസരിച്ച് ആ പക്ഷികളെ പിടിക്കാൻ പാടില്ല, കൊല്ലാൻ പാടില്ല. പക്ഷെ വിശക്കുന്ന ആളുകൾ പലരും ആ പക്ഷിയെ പിടിച്ചു കൊന്നു തിന്നാറുണ്ട്. ഞാൻ അവരോട് ചിലരോട് അന്ന് ചോദിച്ചു, എന്തുകൊണ്ട് ഈ പക്ഷികൾ നിങ്ങൾ പിടിച്ചോളാൻ പറഞ്ഞ് ഇവിടെ വന്നിരിക്കുന്നു? നല്ല വിൻ്റർ ആരംഭിച്ചു കഴിഞ്ഞാൽ പക്ഷികൾക്ക് എളുപ്പം പറന്നു പോകാൻ പോലും പറ്റത്തില്ല. അതിനൊരല്പം തീറ്റിയിട്ടാൽ അടുത്തു വരും, കൈ കൊണ്ട് പിടിക്കത്തക്കതുപോലെ വന്ന് അടുത്ത് നിൽക്കും. പിടിച്ചവർ കറി വെക്കുകയും ചെയ്യും, അല്ലെങ്കിൽ കഴിക്കുകയും ചെയ്യും. എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞതാണ്, പ്രകൃതി തന്നെ നമ്മുടെ ചൂട് നിലനിർത്തേണ്ടതിന് വേണ്ടി, ആഹാരം തരേണ്ടതിന് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നൊരു പ്രമാണമാണ്. ഈ കൊക്കുകൾ അല്ലെങ്കിൽ ഈ താറാവുകൾ ഇല്ലെങ്കിൽ ഈ പ്രാക്കൾ അവ വിൻ്റർ ആരംഭിക്കുന്നതിന് മുന്നമേ ഇവിടുന്ന് പോകേണ്ടതായിരുന്നു. 1000 കൊക്ക് വന്നതിൽ 10 എണ്ണമാണ് ഇവിടെ ശേഷിച്ചത്. ബാക്കി 990 പോയി കഴിഞ്ഞു. വെറും 10 എണ്ണമേ ഇവിടെ ശേഷിച്ചിട്ടുള്ളൂ. ഈ 10 എണ്ണം മുട്ടയിട്ടു. കുഞ്ഞുങ്ങൾ വിരിഞ്ഞു വരാൻ ലേറ്റായിപ്പോയി. ഉള്ള കാലത്തെ പറക്കേണ്ടതിന് പകരം കുഞ്ഞുങ്ങൾ വളരാൻ വേണ്ടി കാത്തിരുന്നതാണ്. തള്ളയ്ക്കും പോകാനൊക്കത്തില്ല, കുട്ടിക്കും പോകാനൊക്കത്തില്ല. അതിനെ നമ്മൾ പിടിച്ച് തിന്നോളാൻ പ്രകൃതി നമുക്ക് തന്നിരിക്കുന്ന ഒരു അനുവാദമാണ്. മീവൽപക്ഷിയും കൊക്കും മടങ്ങി വരവിനുള്ള സമയം അനുസരിക്കുന്നു. എൻ്റെ ജനമോ യഹോവയുടെ ന്യായം അറിയുന്നില്ല.
ദൈവത്തിനൊരു ന്യായമുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അനുതാപത്തിനും ഇടയ്ക്കിടയ്ക്ക് പ്രാർത്ഥനയ്ക്കും ഇടയ്ക്കിടയ്ക്ക് ഏറ്റുപറച്ചിലിനും ഇടയ്ക്കിടയ്ക്ക് ദൈവത്തോട് ചേർന്ന് വരുവാനും ഒരു സമയം നിയമിച്ചിട്ടുണ്ട്. ബേഥേലിനോട് ആ സമയം അറിയിപ്പാൻ ദൈവത്തിന് തിരിഹിതമാകയാൽ നാം ദൈവസന്നിധിയിൽ വരികയാണ്. അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച് ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്തും അയച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞ് വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവയുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കിയ യേശുവിൻ്റെ കാൽവരിയുടെ അടുക്കലേക്ക് നമുക്കൊന്ന് മടങ്ങി വരാം. കൊലോസ്യലേഖനം 2-ാം അധ്യായത്തിൻ്റെ 14-15 വാക്യങ്ങളാണ് കൂടെ ഇവിടെ വായിക്കുന്നതാണ്. ക്രിസ്ത്യാനിത്വത്തിൻ്റെ മണിമകുടമാണ് ഈ വാക്യം. ക്രിസ്ത്യാനിത്വത്തിൻ്റെ അതിഗംഭീര ധ്വനിയാണ് ഈ വാക്യം. അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച, അല്ല എന്നോട് ക്ഷമിച്ച, ചട്ടങ്ങളാൽ എനിക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്തും അയച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞ് വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവയുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായി കാഴ്ചയാക്കിയ യേശുവിൻ്റെ കാൽവരിയുടെ ചുവട്ടിലേക്ക് ഞാൻ ചിലരെ കൂടെ ക്ഷണിക്കുകയാണ്. നമുക്ക് ഒരുമിച്ച് വരാം. കർത്താവിൻ്റെ കാൽവരിയുടെ ചുവട്ടിലിരിക്കാം. ബ്ലോട്ടിങ് അവേ ഓൾ ദ ഹാൻഡ് റൈറ്റിംഗ് ദാറ്റ് ഈസ് ദ ഓർഡിനൻസ് ദാറ്റ് വാസ് അഗൈൻസ്റ്റ് us. എനിക്ക് വിരോധമായിരുന്ന ആ മരണക്കുറിപ്പുകൾ പിടിച്ചു മാറ്റി. യോശുവ, നിനക്ക് വിരോധമായിരുന്ന ആ മുഷിഞ്ഞ വസ്ത്രം ഞാൻ മാറ്റിയിടാ മോനെ. യോശുവ, നിന്നെക്കുറിച്ചല്ലേ കംപ്ലൈൻറ്റ് വന്നുകൊണ്ടിരുന്നത്? ഇതെടുത്തു മാറ്റേണ്ടതിന് ഞാൻ കാൽവരിയിൽ കയറി. ഞാൻ നിനക്കൊരു വിമോചനം വരുത്തി. നിനക്ക് വേണ്ടി ഒരു പുതുവസ്ത്രം ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. ആ ക്രിസ്തുവിൻ്റെ തേജസ്സാകുന്ന പുതുവസ്ത്രത്തെ കാൽവരിയിൽ നിന്ന് ഏറ്റുവാങ്ങി ഒന്ന് ധരിക്കുവാൻ അടുത്ത് നിൽക്കുന്ന ദൂതന്മാരോട് കൽപ്പിച്ചവനായ ദൈവം ഇന്ന് പരിശുദ്ധാത്മാവിനോട് ദൈവദൂതന്മാരോട് കൽപ്പിക്കട്ടെ, എന്നെയും നിങ്ങളെയും ഒരു പ്രാവശ്യം കൂടെ നന്നാക്കി എടുക്കുവാൻ. ഗലാത്യർ 3:13-14 മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവനെന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തുവും നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങി അബ്രഹാമിൻ്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെ ഈ ആഴ്ചത്തെ പ്രാർത്ഥന കഴിഞ്ഞ് ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ വലിയൊരു ആത്മതൃപ്തിയോടെ മടങ്ങുവാൻ, വലിയൊരു നദിയിൽ ഇറങ്ങിയതിന് പോലെ കയറുവാൻ. ഹല്ലേലൂയ! ആ നദിയിൽ ഇറങ്ങി കുളിച്ചു കയറുവാൻ. ആമേൻ. പണ്ടൊരിക്കൽ പരിശുദ്ധാത്മാവ് ഇവിടെ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. when you get an opportunity, don't get wet and come out, get soaked and come out. ഒരവസരം കിട്ടുമ്പോൾ നനഞ്ഞ് കയറരുത്. ആത്മനദിയിൽ നിന്ന് കുതിർന്ന് കയറാവൂ, നനഞ്ഞ് കയറരുത്. ആത്മനദിയിൽ കുതിർന്ന് കയറുവാൻ ഈ ഒരാഴ്ച നമ്മുടെ മുമ്പിൽ ബാക്കിയുണ്ട്. ആത്മനദിയിൽ കുതിർന്ന് കയറുവാൻ ഒരു 40 ദിവസം ഉപവാസം ഏപ്രിൽ മാസം 1-ാം തീയതി നമ്മൾ ആരംഭിക്കും. ഏപ്രിൽ 1-ാം തീയതി 40 ദിവസം ഉപവാസ പ്രാർത്ഥന ആരംഭിക്കുവാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുന്നു. ഒറ്റ ദിവസമെങ്കിലും സ്പെഷ്യൽ പ്രയർ വെച്ചാൽ 21 ദിവസം ചോദിക്കാനില്ല. 40 ഭയങ്കരമായിട്ട് ഭീതിജനകമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒരു കർത്താവിൻ്റെ ദാസൻ പണ്ടൊരിക്കൽ ഒരു പാട്ട് പാടിയത് ഞാൻ ഓർക്കാറുണ്ട്. ഓരോ ഉപവാസ പ്രാർത്ഥനയ്ക്കും ആഴിയെന്ന് ഓർത്തില്ല, ആഴം ആരാഞ്ഞില്ല, ഇറങ്ങി ഞാൻ പ്രിയനെ സമുദ്രത്തിനടുവിൽ അങ്ങയുടെ വിളി കേട്ട് പിൻചെല്ലുവാൻ ഇറങ്ങിയതാണ്. ആഴമുണ്ടെന്ന് ഓർത്തില്ല, ആഴം ആരാഞ്ഞില്ല, തിരമാലകളുണ്ടെന്നുള്ളത് ഓർത്തില്ല. അങ്ങയുടെ വാക്കായിരുന്നു വലുത്. ഞാൻ എടുത്തു ചാടി കർത്താവേ. നീന്തി കയറുവാൻ, കുതിർന്ന് കയറുവാൻ കൃപ തന്നതിനായി സ്തോത്രം. നമുക്കൊരു അനുഗ്രഹം തരുവാൻ യേശുവിൻ്റെ കാൽവരി നമുക്ക് വേണ്ടി വലുതായിരുന്നു. ഉൽപ്പത്തി പുസ്തകം 32-ന്റെ 28 മുതൽ 30 വരെയും അതിൽ 28-ാമത്തെ വാക്യം മാത്രം വായിക്കാം. നീ ദൈവത്തോടും മനുഷ്യരോടും മല്ല് പിടിച്ച് ജയിച്ചത് കൊണ്ട് നിന്റെ പേരിന് യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും എന്നവൻ പറഞ്ഞു. യാക്കോബായിരുന്നവൻ ഇസ്രായേലായി മാറി. ഞാൻ ദൈവത്തെ മുഖാമുഖമായി കണ്ടിട്ടും എനിക്ക് ജീവഹാനി വന്നില്ല എന്ന് യാക്കോബ് പറഞ്ഞു. അത് 30-ാമത്തെ വാക്യമാണ്. ചിലർ ദൈവത്തെ അടുത്ത് കാണുവാൻ, എൻ്റെ കർത്താവേ, അടിയൻ വിശ്വാസ കണ്ണാൽ ഇത് കണ്ടുകൊണ്ട് വിളിച്ചു പറയുകയാ. ജനത്തിൽ പലരും ദൈവത്തെ കാണുവാൻ, ചിലരും ദൈവ സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ, ദൂതന്മാരുടെ സംസർഗം ഉണ്ടാകുവാൻ, വിരിക്കപ്പെട്ട ചിറകടിയിൽ നടക്കുവാൻ, ജ്വലിക്കുന്ന അഗ്നിയുടെ വെളിച്ചം പ്രാപിക്കുവാൻ, ആ പ്രകാശിക്കുന്ന പ്രകാശത്തിൻ്റെ പിന്നെ അനുഗമിക്കുവാൻ അടിയങ്ങൾക്ക് കൃപ തരണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എനിക്ക് ലഭിച്ച ദൈവകൃപയ്ക്കൊത്തവണ്ണം
1 കൊരിന്ത്യർ 3:10 എനിക്ക് ലഭിച്ച ദൈവകൃപയ്ക്കൊത്തവണ്ണം ഞാൻ ജ്ഞാനമുള്ള ഒരു പ്രധാന ശില്പിയായി അടിസ്ഥാനം ഇട്ടിരിക്കുന്നു. മറ്റൊരുത്തൻ മീതെ പണിയുന്നു, താൻ എങ്ങനെ പണിയുന്നു എന്ന് ഓരോരുത്തരും നോക്കിക്കൊള്ളട്ടെ. യേശു ക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടുവാൻ ആർക്കും കഴിയുകയില്ല. ആ അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും പൊന്നെ വെള്ളി വിലയേറിയ കല്ല് മരം പുല്ല് വൈക്കോല് എന്നിവ പണിയുന്നുവെങ്കിൽ അവൻ്റെ പണി വെളിപ്പെട്ടു വരും. ഇംഗ്ലീഷിലെ വാക്യം കൊടുത്തു എന്ന് മാത്രം അവരവരുടെ സമയത്ത് ദയവായി വായിക്കാം. വീശുമുറം അവൻ്റെ കയ്യിലുണ്ട്. അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കി കോതമ്പ് കളപ്പുരയിൽ കൂട്ടിവെക്കുകയും പതിർകടാത്ത തീയിലിട്ട് ചുട്ടുകളയുകയും ചെയ്യും. വളം തിന്നിട്ടും കഴിഞ്ഞ ഒരാഴ്ചയിൽ, ഇത് ഞാൻ കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ ആഴ്ചയിൽ ഉണ്ടാക്കി വെച്ചതാണ്. കഴിഞ്ഞ ആഴ്ചയിൽ ആരോ ഈ പദം എന്നോട് വീണ്ടും പറഞ്ഞു, വീശുമുറവുള്ളവൻ വരുമല്ലോ കർത്താവിൻ്റെ ദാസ. ഭയത്തോടെ ഓരോ ദിവസവും കഴിയുന്നത്. വീശുമുറം വരും, ഏതൊക്കെ നിൽക്കും ഏതൊക്കെ പറക്കുമെന്ന് അറിഞ്ഞുകൂടാ. പക്ഷെ കഴിഞ്ഞ രാത്രിയിൽ പരിശുദ്ധാത്മാവിനോട് ഇടപെട്ട ഒരു പദമാണ് ഞാൻ കണ്ട യെല്ലോ ബോൾഡപ്പ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. വളം തിന്നിട്ടും പതിരായി പോയവർ. പതിരിന് വേണ്ടിയും വളമിട്ടതാ. നല്ല മണി എടുത്ത അത്രയും ഫലം, അത്രയും വളം പതിരും എടുത്തതാ. നല്ല വൃക്ഷം കായ്ക്കാത്ത വൃക്ഷം, നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷം വെള്ളവും വളവും തിന്നതാണ്. എന്നാൽ ന്യായവിധിക്ക് വേണ്ടി ഒരുങ്ങുമ്പോൾ കർത്താവേ, അങ്ങയുടെ വെള്ളം പല പ്രാവശ്യം കുടിച്ചതാ, അങ്ങയുടെ വളം പല പ്രാവശ്യം തിന്നതാ. പതിരല്ല കതിരാകുവാൻ, പതിരല്ല മണിയാകുവാൻ, തവയെ നല്ല ഫലം കായ്ക്കുവാൻ കൃപ എന്നിട്ട് ലഭിച്ചില്ലെങ്കിൽ ഇന്നെന്നെ വീണ്ടും സമർപ്പിക്കുന്നുവെന്ന് ദൈവസന്നിധിയിൽ ഒരു പ്രാവശ്യം കൂടെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? തങ്ങൾക്ക് തന്നെ ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുന്നവരാകരുത്. ഞാനിവിടെ നിൽക്കുന്നില്ല, എൻ്റെ സമയം ഏറെക്കുറെ ആകുന്നത് കൊണ്ട് മാറുകയാണ്. 1984 സെപ്റ്റംബർ മാസത്തിൽ സിസ്റ്റർ മേരി ഗോവൂർ ഇവിടെ വന്ന് പറഞ്ഞ ഒരു പദമാണ്. ഞാൻ പറഞ്ഞ 1984 ചർച്ചിൻ്റെ പരിഷ്കരണത്തിൻ്റെ വർഷമായിരുന്നു. അന്ന് മാർച്ച് മാസത്തിലാണ് കർത്താവ് പറഞ്ഞത്, മുറിച്ചത് എൻ്റെ കയ്യാ, പൊറിപ്പിക്കുന്നത് വേറെ ആരാണെങ്കിലും. എൻ്റെ കൈയാണ് മുറിച്ചത്, മുറിപ്പിക്കുന്നവൻ മുറിവ് കിട്ടുന്നവൻ ഞാൻ തന്നെയാണ്. എൻ്റെ അടുക്കൽ മടങ്ങി വരിക. വിശുദ്ധന്മാർ നേരെ ദൈവത്തെങ്കിൽ വരുവാൻ ഒരു ക്ഷണം തന്നു. അവിടെ മുതൽ ദൈവം എന്ന സഭയെ വളർത്താൻ തുടങ്ങി. ഏപ്രിൽ മാസമായപ്പോഴത്തേക്ക്, മാർച്ച് മാസത്തിലായിരുന്നു ഈ ആലോചന. ഏപ്രിൽ മാസമായപ്പോഴത്തേക്ക് ആദ്യത്തെ സ്നാനം നടന്നത് എനിക്ക് ഓർമ്മയുണ്ട്. സെപ്റ്റംബർ മാസമായപ്പോൾ സിസ്റ്റർ മേരി ഗോവൂർ വന്നു. കൊച്ചമ്മ പറഞ്ഞ ഒരു ചില വാക്കുകളാണിത്. എണ്ണയില്ലാതെ, തിരിയില്ലാതെ കിടന്ന വിളക്കിനെ ഞാൻ എണ്ണ ഒഴിച്ചു, തിരിയിട്ടു, ചിമ്മിനി വെച്ചു, തീ കത്തിച്ചു. 1984 സെപ്റ്റംബർ മാസത്തിൽ സിസ്റ്റർ മേരി ഗോവൂർ പരിശുദ്ധാത്മാവിൽ പറഞ്ഞ പദമാണ്. പരിശുദ്ധാത്മാവ് നടന്ന പ്രഘോഷണമാണ്. ഞാനിങ്ങനെ എഴുതി വെച്ച്, ഈ തീ അണയാതെ നമുക്ക് സൂക്ഷിക്കാം. കാൽവറി ക്രൂശിൽ കത്തിയ ദീപം അണയാതെ ഞങ്ങൾ സൂക്ഷിക്കും, അത് തലമുറകൾക്കായി കൈമാറുമെന്ന് ഒരു കർത്താവിൻ്റെ ദാസൻ പണ്ടൊരിക്കൽ പാട്ടെഴുതി. ആ മനുഷ്യൻ ഇന്നും ജീവനോടുണ്ട്. നമുക്കൊന്ന് പറയാമോ, ഈ ദീപം ഞങ്ങൾ അണയാതെ സൂക്ഷിക്കും. ഇന്ന് വെളുപ്പിനെ പരിശുദ്ധാത്മാവ് വീണ്ടും എന്നോട് ഇടപെട്ടു. പലപ്പോഴും ലാസ്റ്റ് മിനിറ്റിലെ പല ആലോചനകളും വരുന്നത്. ഇന്ന് വെളുപ്പിനെ പരിശുദ്ധാത്മാവ് വീണ്ടും എന്നോട് ഇങ്ങനെ ഇടപെട്ടു. കത്തിക്കൊണ്ടിരിക്കുന്ന വിളക്കിൽ പലപ്പോഴും കരിന്തിരി ഉണ്ടാകും. അതൊരു വിളക്കിൻ്റെയും കുറ്റമല്ല, അത് നാച്ചുറലാണ്. പക്ഷെ കരിന്തിരികൾ മുറിക്കുവാൻ ഞാൻ എൻ്റെ പുരോഹിതന്മാരെ ആക്കിയിട്ടുണ്ട്. പുരോഹിതന്മാരെ ദൈവമാക്കി എൻ്റെ വിളക്കിൻ്റെ കരിന്തിരികൾ മുറിക്കുവാൻ. കരിന്തിരികൾ മുറിക്കുന്ന സമയങ്ങളാണ് കത്തി തീർന്നു പോയെങ്കിൽ എണ്ണ വീണ്ടും ഒഴിക്കേണ്ട സമയത്ത് എണ്ണ ഒഴിക്കുവാൻ, ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണ വിളക്കിലേക്ക് മാറ്റിയെടുക്കുവാൻ, കരിന്തിരികൾ മുറിച്ച് കളഞ്ഞ് വീണ്ടും പ്രകാശത്തിലേക്ക് വരുവാൻ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. സ്വർഗത്തിലെ ദൈവം നമ്മെ കൃപ ചെയ്യട്ടെ. നീ ഇനിയും പ്രസംഗിച്ച് പറയേണ്ടത്, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, എൻ്റെ പട്ടണങ്ങൾ ഇനിയും അഭിവൃദ്ധി ഹേതുവായി വിശാലത പ്രാപിക്കും. യഹോവ ഇനിയും സിയോനെ ആശ്വസിപ്പിക്കുകയും ഇനിയും യെരൂശലേമിനെ തിരഞ്ഞെടുക്കുകയും ചെയ്യും. ഇന്ന് നമ്മൾ വായിച്ചൊരു വാക്യമുണ്ട്. 1983 ഡിസംബർ മാസത്തോടുകൂടെ പരിശുദ്ധാത്മാവ് ഇടപെട്ട ഒന്നാണ്. മനുഷ്യൻ്റെയും, അന്ന് 22 മെമ്പേഴ്സേ ചർച്ചിനുള്ളൂ, 22 മെമ്പേഴ്സ്. അന്നാണ് പരിശുദ്ധാത്മാവ് ഇടപെടുന്നത്. മനുഷ്യൻ്റെയും മൃഗങ്ങളുടെയും പെരുപ്പ നിമിത്തം യെരൂശലേം മതിലില്ലാതെ കിടക്കും. ഇന്ന് നമ്മൾ വായിച്ച വാക്യത്തിനകത്തതുണ്ട്, അധ്യായത്തിനകത്തതുണ്ട്. മനുഷ്യൻ്റെയും മൃഗത്തിൻ്റെയും പെരുപ്പ നിമിത്തം
യെരൂശലേം മതിലില്ലാതെ കിടക്കും, എന്നാൽ എൻ്റെ ജനത്തിന് ഞാനൊരു തീമതിലായിരിക്കും. പരിശുദ്ധാത്മാവ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലായി എന്നോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് ആ ദിവസങ്ങൾ ഞാൻ പിന്നെയും തരികയാണ്. വിശുദ്ധിയിൽ ഒന്നുകൂടെ നമ്മെ യഥാസ്ഥാനപ്പെടുത്തുവാൻ, അതോറിറ്റിയിൽ ഒന്നുകൂടെ യഥാസ്ഥാനപ്പെടുത്തുവാൻ, ഗ്രേസ് ഗിഫ്റ്റ് കൃപാവരങ്ങളിൽ നമ്മെ ഒന്നുകൂടെ യഥാസ്ഥാനപ്പെടുത്തുവാൻ 3 ഫേസിലായി ദൈവിക യഥാസ്ഥാപനം നമ്മുടെ മുമ്പിൽ നടത്തുവാൻ സ്വർഗത്തിലെ ദൈവം തീരുമാനിച്ചിരിക്കുക. ഈ വാണ്ട് എക്യുപ്പസ് ഇൻ 3 ഡിഫറെൻറ്റ് ഫേസസ്. നമ്മുടെ ഇന്നത്തെ സന്ദേശത്തിൻ്റെ പേര് കൊടുത്തിരിക്കുന്നത് എക്യുപ്പിംഗ് ജോഷുവാസ്. മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് ദൈവസന്നിധിയിൽ നിൽപ്പാൻ ശക്തിയില്ലാത്തവനായി, സാത്താനാൽ കുറ്റം വിധിക്കപ്പെട്ടവനായി കിടന്ന യോശുവയെ അങ്ങേ ഒന്ന് എക്യുപ്പ് ചെയ്യുവാൻ സ്വർഗം താല്പര്യപ്പെടുകയാണ്. ഹോളിനെസ്സിൽ, വിശുദ്ധിയിൽ, അതോറിറ്റിയിൽ, അധികാരത്തിൽ, ഗ്രേസ് ഗിഫ്റ്റ് കൃപാവരങ്ങളിൽ നമ്മെ ഉറപ്പിക്കുവാൻ സ്വർഗത്തിലെ ദൈവം താല്പര്യപ്പെടുന്നു. ഇന്ന് പകൽ ദൈവകരങ്ങളിൽ നമ്മെ ഒന്ന് ഏൽപ്പിക്കാം. ഇവിടം കൊണ്ട് ഞാൻ നിർത്തട്ടെ. ഇന്ന് പകൽ ദൈവകരങ്ങളിൽ നമ്മെ ഒന്നുകൂടെ സമർപ്പിക്കാം. എല്ലാ കണ്ണുകളും ഒന്ന് അടയ്ക്കാമോ?